വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:79 ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എന്ന അത്ഭുത സംഭവത്തിൻ്റെ ചരിത്രവും ദാർശനികവുമായ ചില പശ്ചാത്തലങ്ങൾ വിശകലന വിധേയമാക്കി. തനിക്ക് മുമ്പ് ഇതേപോലെ ഒരാൾ എവിടെയും ജനിച്ചിട്ടില്ല എന്നും ആ ജനനം യാദൃച്ഛികമായ ഒരു സംഭവത്തെ വ്യാഖ്യാനിച്ചെടുത്തതുമല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ ചിന്തയുടെ ഏറ്റവും ഉദാത്തമായ അതിൻ്റെ പര്യവസാനത്തിൽ നമ്മൾ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കാൻ ഇന്ന് ആളുകൾ ശക്തരായിട്ടുണ്ട്. വലിയ ജനാവലി, ആഘോഷത്തിമുറിപ്പിലാണ് മനുഷ്യനിഷ്ടം. ആഡംബരങ്ങളും ആഘോഷങ്ങളും വളരെ പ്രസക്തമാകുന്ന ഒന്നാണ് ഈ ക്രിസ്മസ് കാലം. ക്രിസ്മസ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പെട്ട ആളുകൾ ആഘോഷിക്കുന്നു. ആഘോഷം പെരുവഴികളിൽ വലിയ ചില വിമർശനങ്ങൾക്ക് പോലും ഇടയാകുന്നു. ആ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മദ്യവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പോലും നടത്തത്തക്ക വിധത്തിൽ ആഘോഷവൽക്കരിക്കുന്ന ഒരു ലോകത്ത് അന്നും ക്രിസ്മസ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിന് അത് ആഘോഷിച്ച ഇടയന്മാരെ പറ്റിയും കാണാൻ വന്ന വിദ്വാൻമാരെ പറ്റിയും തുടർന്ന് നടന്ന സംഭവങ്ങളും പറഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത്രയും വലിയ ജനപിന്തുണ ഉണ്ടായിട്ടും 70 ശിഷ്യന്മാരാകെ, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേര്, അതിൽ നിന്ന് പ്രത്യേക ദൗത്യത്തിന് ഉത്തരവാദിത്വപരമായി നിയോഗിക്കപ്പെട്ട 3 പേര്. ഇതാണ് ആ ശിഷ്യഗണങ്ങളുടെ ഒരു ഘടന. ഇത്രയും ഉണ്ടായിട്ടും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആളില്ലാതെ പോയി എന്നതാണ് ക്രൂശീകരണ സന്ദർഭത്തിൻ്റെ പ്രത്യേകതയെന്നും ക്രൂശ് ചുമക്കുന്ന ക്രിസ്തുവിനൊപ്പം ആരെ നിങ്ങൾ കാണുന്നു, എത്ര ആളുകളുണ്ട്, എന്തുകൊണ്ട് ജനനത്തിന് കണ്ട ആ വലിയ സമൂഹം അല്ലെങ്കിൽ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിനെ അനുധാവനം ചെയ്ത 10,000-കണക്കിന് മനുഷ്യർ ജനത്തിരക്ക് മൂലം ഒരു മേൽക്കൂര ഇളക്കി മാറ്റി അവിടേക്ക് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ കൊണ്ടുവരത്തക്ക വിധം ആൾത്തിരക്കുള്ള ഒരു വ്യക്തിത്വം, ഒരു സെലിബ്രിറ്റിക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാളധികം പരിഗണനയിൽ ജനം കാത്തിരുന്ന ആ മഹാനുഭവന് കാലം മരണം വിധി എഴുതി മരക്കുരിശ് ചുമന്ന് നിർദ്ദിഷ്ട ദൗത്യം പൂർത്തീകരിക്കാൻ കടന്നു പോകുന്ന യേശുവിനെ എന്തുകൊണ്ട് ഈ ജനാവലി പൊതിഞ്ഞു നിൽക്കുന്നില്ല? ആൾക്കൂട്ടം നിമിത്തം യേശുവിനെ കാണാൻ ഒരു മരത്തിൻ്റെ മീതെ, അത്തിമരത്തിൻ്റെ മീതെ കയറേണ്ടി വരുന്നു സക്കായിക്ക്. തിക്കും തിരക്കും അനുഭവപ്പെട്ട് യാത്രയൊക്കെ വളരെ തിരക്കേറിയ അനുഭവമായി മാറുന്നു. ഇന്നിവിടെ സക്കായി ഇല്ല. ക്രൂശിൻ്റെ അരികിൽ യേശു ഉപകാരം ചെയ്ത യേശുവിൽ നിന്ന് നന്മ കൈപ്പറ്റി ആരുമില്ല. ഉയർത്തെഴുന്നേറ്റ യായിറോസിൻ്റെ മകളോ യായിറോസോ ഇല്ല. ലാസറിൻ്റെ സഹോദരിമാരോ ഇല്ല. 10 കുഷ്ഠരോഗികളെ ഒരേ ഘട്ടത്തിൽ സുഖപ്പെടുത്തി അവരാരുമില്ല. നന്ദി കരറ്റാൻ തിരിഞ്ഞു നിന്ന ആ ഒരുവനുമില്ല. കൂടെ നടന്ന് 3.5 കൊല്ലം പഠിച്ച് ഒപ്പം ജീവിത സുഖങ്ങളിൽ കൂടെ നടന്ന ശിഷ്യന്മാർ യോഹന്നാനൊഴികെ മറ്റാരുമില്ല. ഈ ഒരു പരിസ്ഥിതി നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമെന്ത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സന്തോഷമാണോ? അപ്പോൾ ഇന്നലെ നമ്മൾ ആമുഖഘട്ടത്തിൽ പാർസികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അതിൽ വിരോധം വല്ലതുണ്ടോ? ഇല്ല. അങ്ങനെങ്കിൽ ഇന്ന് ഈ ഒരു കാര്യം പറയാൻ
റോമാക്കാരെ കൂടി നമുക്കതുപോലെ ഒന്ന് ഒരു 8-10 മിനിറ്റ് വിശകലനം ചെയ്ത് പഠിക്കണം, ഗ്രഹിക്കണം. എങ്കിലേ ഈ ക്രൂശ് മരണത്തിൻ്റെ യുണീക്നെസ്, അതിൻ്റെ സവിശേഷത നമുക്ക് മനസ്സിലാവും. ആ അറ്റം വരെ നമ്മൾ ഇന്നലെ രാത്രി വന്നിരുന്നു. എന്താ അത്? റോം ഒരു വലിയ സാമ്രാജ്യമാണ്. എന്താ ഈ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു വിശാലമായ ഭൂപ്രദേശം, അതിൻ്റെ കീഴിൽ നിരവധി നാട്ടുരാജ്യങ്ങൾ, അവിടം ഭരിക്കാൻ നാടുവാഴികൾ, ആ നാടുവാഴികളുടെ ചില അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന സർവാധികാരിയായ ഒരു ചക്രവർത്തി. ആ ചക്രവർത്തി നിയന്ത്രിക്കുന്ന, ചക്രവർത്തി അയച്ചിരിക്കുന്ന ധാരാളം ഗവർണർമാർ. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കേരള ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പണ്ട് വേണാട് സാമ്രാജ്യം, പെരുമ്പടപ്പ് സ്വരൂപം, ഇങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ കള്ളമാണ്. അതിൻ്റെ കാരണം ഒരു സാമ്രാജ്യമാകാൻ വേണ്ട സ്ഥലമൊന്നും ഇവിടെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഈ കേരളത്തിൻ്റെ മാപ്പിൽ തിരിഞ്ഞൊന്ന് കുതിര ഓടിക്കഴിഞ്ഞാൽ ഒന്നിലത് പോയി അറബിക്കടലിൽ വീഴും, അല്ലെങ്കിൽ ചെന്ന് സഹ്യപർവ്വതത്തിലിടിച്ച്, അത് സ്പീഡ് എടുക്കാൻ പോലും സ്ഥലമില്ലാത്ത, നിന്ന് തിരിയാനിടയില്ലാത്ത ഇടത്ത് ഈ സാമ്രാജ്യം എന്നൊക്കെ ആരാണ് എഴുതി വെച്ചെന്നൊരു പിടിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചവരാണ്. കേരളം ഭയങ്കര സാമ്രാജ്യം, ചേര ചോള പാണ്ഡ്യ സാമ്രാജ്യം, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ കുറേ പഞ്ചായത്തുകളിൽ ഒരുമിച്ച് കൂടി അങ്ങനൊരു സംവിധാനം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നിയന്ത്രിതമായൊരു ഭരണഘടനയ്ക്ക് കീഴിൽ അങ്ങനെ പോകുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. അതിനുള്ള സ്ഥല സൗകര്യവും ഇല്ല കേരളത്തിൽ. പോട്ടെ. പിന്നെ ഇന്നലെ പറഞ്ഞു 5000 മൈലാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ നീളം, വീതി 4000. ഇന്നത്തെ യൂറോപ്പിനെ ആകെ വിഴുങ്ങുന്ന ഒരു ഭൂപ്രദേശം. അവിടെ ചില നന്മകളുണ്ട്, അത് പറയാതെ വയ്യ. അതിലൊന്ന് ഈ റോമിലാണ് സുശക്തമായ നിയമസംഹിതയുള്ള കോടതികൾ സജീവമായത്. നിയമം പണ്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ ഹമ്മൂറബി എന്ന് പറയും. അയാൾ ബാബിലോണ്യനാണ്. പക്ഷെ നിയമം കർശനമാക്കിക്കൊണ്ട് കോടതികൾ അത് സ്ഥാപിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്കുള്ളിലേക്ക് ഒരു രാജ്യത്തെ സന്നിവേശിപ്പിച്ച ഭരണകൂടം റോമനാണ്. ഇത് തേടി നമ്മൾ അധികം പോണ്ട. അന്ന് റോമിലെ കോടതിയിൽ ഉപയോഗിച്ച ഭാഷയുടെ അവശിഷ്ടങ്ങൾ തൊട്ടടുത്ത കോട്ടയത്തെ കോടതിയിലും ഉണ്ട് ഇപ്പോഴും. ഉദാഹരണം, ജുഡീഷ്യറി. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പദം ലാറ്റിനാണ്, റോമക്കാരൻ്റെ ഭാഷയായ ലാറ്റിനാണ്. കോ വാറണ്ടം അല്ലെങ്കിൽ വാറണ്ട്, ഇത് ലാറ്റിനാണ്. ഈ കോടതികളുടെ തന്നെ ഒരടിസ്ഥാന തത്വമുണ്ട്. ജഡ്ജി 2 സൈഡും കേൾക്കണം, 2 വശവും കേൾക്കണം. അതിന് പറയുന്നൊരു പേരുണ്ട്, ഓഡി ആർട്ടം പാർട്ടം. യു ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ്. 2 കക്ഷികളെയും കേൾക്കണം. ഇതും ലാറ്റിൻ വേർഡാണ്. ഇനി നമ്മൾ കേൾക്കുന്ന ഒരു 90% കോടതിയിലെ ഭാഷയും അന്ന് യേശുവിനെ ന്യായവിസ്താരം ചെയ്ത കോടതിയിലും മുഴങ്ങിക്കേട്ട ഭാഷയാണ്. ആ തത്വത്തിന് ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണെന്നറിയണ്ടേ? പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പിൽക്കാല അവശിഷ്ടമാണ് നമ്മളിന്ന് യൂറോപ്പ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങൾ, വിശേഷിച്ച് ഇംഗ്ലണ്ടുമൊക്കെ. ആ ഇംഗ്ലണ്ടുകാരിലെ ഒരു വലിയ ബാരിസ്റ്ററായിരുന്ന മെക്കോളെ ഇന്ത്യയിലേക്ക് വരിക. നമ്മളറിയുന്ന മെക്കോളെ പ്രഭു. മെക്കോളെ പ്രഭു ഇന്ത്യയിൽ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമസംഹിതയെ ആധാരമാക്കിയെങ്ങും ഭരിക്കുന്നില്ല. ശിക്ഷ കൊടുക്കുന്നത് ഒരു ശ്രേണീകൃത സംവിധാനത്തിലൂടെയാണ്. കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി അന്ന് നിലനിന്നിരുന്ന നിയമങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിനു ചേരില്ല. എക്സാമ്പിൾ, കുറ്റം ചെയ്യുന്ന ആൾ ബ്രാഹ്മണെങ്കിൽ
ആ കുറ്റവാളിയെ ഒരു തുലാസിലാതി തൂക്കി എത്ര റാത്തൽ തൂക്കമുണ്ടെന്ന് എഴുതണം. റാത്തലാണ് അന്നത്തെ കണക്ക്. ഇതിനുശേഷം ഇയാൾ ചെയ്ത കുറ്റകൃത്യം ഒരു എഴുത്തോലയിൽ എഴുതി വീണ്ടും തൂക്കണം. അപ്പോൾ തൂക്കത്തിന് വ്യത്യാസം വരുന്നില്ല എങ്കിൽ, വരത്തില്ലല്ലോ, കാരണം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പൊന്നുമല്ല, ഇവാലുവേഷനൊന്നുമല്ല, ഇയാൾ കുറ്റവാളി അല്ല. പിന്നെ ഇനിയും ഇയാളെ ശിക്ഷിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള സകല സമ്പത്തും കൊടുത്ത് ഈ നാട് വിട്ടുപോകാൻ കൽപ്പിക്കണം. ഈ നാടെന്നൊക്കെ പറഞ്ഞാൽ കോട്ടയം വിട്ട് ചങ്ങനാശ്ശേരിക്ക് പൊക്കോളാൻ പറയണം, അത്രേ ഉള്ളൂ, അടുത്തടുത്ത് കിടക്കാണ്. ക്ഷത്രിയനാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ താക്കീത്, വൈശ്യനാണെങ്കിലും താക്കീത്. ശൂദ്രൻ കുറ്റം ചെയ്താൽ കുറ്റകൃത്യം തെളിയിക്കുന്നത് തന്നെ കുടത്തിലൊരു പാമ്പിനെ അടയ്ക്കണം, വിഷപ്പാമ്പിനെ. മൂർഖൻ, നമുക്കിപ്പോൾ ഈ മൂർഖൻ അണലി എന്നൊന്നും പറയാൻ പാടില്ല. പാമ്പിനെ ഇപ്പോൾ വിളിക്കുന്ന അതിഥി എന്നാണ്. നമുക്കൊരതിഥി ഉണ്ടോ? അതൊക്കെ നമ്മൾ വിചാരിച്ചു നമുക്കൊന്നൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നല്ല മെസ്സേജ് കേൾക്കാമെന്നൊക്കെ നമ്മൾ ഓർക്കുന്നു അല്ലേ. നമ്മൾ വാസുമാർ പറയാം ഒരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ ജനത്തിന് വലിയ സന്തോഷമാണ്. അപ്പോൾ അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിച്ചോണം, നമ്മൾ എന്തെങ്കിലും പരിപാടി നോക്കണം. അതിഥി ഇനി ഇത് വളർന്ന് ലാസ്റ്റ് സ്നേഹം കൊണ്ട് മൂർഖനെ കയറി അളിയാന്ന് വിളിക്കുമെന്ന് ഇനിയുള്ള നമ്മുടെ സംശയം. പോട്ടെ. വിഷപ്പാമ്പിനെ കുടത്തിലടച്ചിട്ട് കുറ്റകൃത്യം ചെയ്ത ശൂദ്രനെ കൊണ്ട് ഇതിനകത്ത് വീണ മോതിരമെടുപ്പിക്കണം, സത്യസന്ധത തെളിയിക്കാൻ. വേറൊന്നും കൂടിയുണ്ട്, നിങ്ങൾക്ക് കിട്ടും ശുചീന്ദ്രൻ രേഖകൾ, മതിലകൻ രേഖകൾ, DC കിട്ടും പുസ്തകമൊക്കെ. ശുചീന്ദ്രൻ രേഖകൾ എന്താണെന്നറിയണ്ടേ? ശുചീന്ദ്രൻ കൈമുക്ക് എന്നൊരേർപ്പാടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് കുറ്റവാളിയുടെ കൈമുക്കും. പൊള്ളിയാൽ കുറ്റവാളി, പൊള്ളാതിരിക്കില്ലല്ലോ. ചുരുക്കത്തിൽ ആരോപണ വിധേയൻ കുറ്റവാളി. ഇങ്ങനെയുള്ള ശിക്ഷകൾ നമ്മുടെ നാട്ടിലൊരു 150 കൊല്ലം വരെയൊക്കെ നടന്നിരുന്നു. ആ ശുചീന്ദ്രൻ രേഖകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരം ശിക്ഷ. ചണ്ടാളനാണെങ്കിൽ, ശൂദ്രനും താഴെയുള്ള ആളാണ് ചണ്ടാളൻ. ചണ്ടാളനാണെങ്കിൽ അവൻ്റെ ശിക്ഷ കുറെ കൂടി ഭീകരമെന്ന് കേട്ടാൽ പോരാ. ചണ്ടാളൻ ഒരു ബ്രാഹ്മണന് നേരെ തിരിഞ്ഞ് ശാപവർഷം ഉന്നയിച്ചാൽ അവനെ കൊണ്ട് നഗ്നനാക്കി നിർത്തി അവൻ്റെ പൃഷ്ഠഭാഗത്ത് ഒരു ഇരുമ്പ് ദണ്ട് അടിച്ച് കയറ്റി ഉച്ചി വരെ കയറ്റി ആ ഇരുമ്പ് ദണ്ട് പബ്ലിക്ക് കാണാൻ പാകത്തിന് കുഴിച്ചു വെക്കണം. ആൾ അവിടെ നിന്ന് മരിക്കണം. ചിത്രവധം എന്നൊരു ഏർപ്പാടുണ്ട്. എന്താ ചിത്രവധം? പക്ഷിയെ ഇട്ടിരിക്കുന്ന കൂട് പോലൊരു കൂട്. ആ കൂടിനുള്ളിൽ കുറ്റവാളിയെ നഗ്നനാക്കി നിർത്തും. കയ്യും കാലും ഒക്കെ അതിനുണ്ട്. ആ കൂട് പൂട്ടും, അഴിയ. എന്നിട്ടത് കൂട് ഒരു വലിയ ശീലാന്തിൽ ഇങ്ങനെ കെട്ടിത്തൊക്കിയിടും, ഒരു കൊടിമരം പോലെ സൗകര്യത്തിൽ. അതും വഴിയോരത്ത്. കാക്കകൾ കൊത്തി, കഴുകൻ കൊത്തി, പട്ടിണി കിടന്നുമൊക്കെ ആ മനുഷ്യൻ മഴയും വെയിലുമൊക്കെ അടിച്ച് അവിടെ കിടന്ന് മരിക്കണം. ഇങ്ങനെ ഇന്ത്യയുടെ പലയിടങ്ങളിൽ മനുഷ്യത്വത്തിൻ്റെ എല്ലാത്തരം അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലെ വ്യവഹാരങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ മെക്കോളെ പ്രഭു ഇന്ത്യയിൽ വരുന്നു. അയാൾ ഒരു നിയമസംഹിത എഴുതിയുണ്ടാക്കുന്നു. അങ്ങനെ 1860 മെക്കോളെ പ്രഭു എഴുതിയുണ്ടാക്കിയ നിയമസംഹിതയുടെ പേരാണ് IPC. IPC എബനേസറാണോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയതാരാണ്? മെക്കോളെ, ലോർഡ് മെക്കോളെ. ആ നിയമത്തിനൊരല്പം പേര് മാറ്റിയിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നു ഭാരതീയ ന്യായ സംഹിത, BNS. തെളിവുകൾക്ക് ചില നിയമങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പ്രതിയെ ശിക്ഷിക്കാൻ ചില സംവിധാനങ്ങൾ കൊണ്ടുവന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CRPC. IPC വന്നു, CRPC വന്നു, ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്നു, ഇന്ത്യൻ കമ്പനി ആക്ട് വന്നു. ഇങ്ങനെ നിയമാവലിക്കുള്ളിൽ ഇന്ത്യയെ സജ്ജീകരിച്ചു കൊണ്ടുവന്നത് മെക്കോളെ പ്രഭുവിൻ്റെ കാലത്താണ്.
അതുകൊണ്ടാണ് നമ്മുടെ കോടതിയിൽ ഇപ്പോഴും ലാറ്റിൻ ഭാഷ. മനസ്സിലായോ? നമ്മുടെ ജില്ലാ കളക്ടർമാർക്കൊക്കെ മജിസ്ട്രേറ്റ് അധികാരം വന്നതും അങ്ങനെയാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് റോമിലേക്ക് ചെല്ലണം. റോമിൽ 4-5 തരം മനുഷ്യരുണ്ട്. റോമിലെ അതിസമ്പന്നരായ പെട്രീഷ്യൻസ്, വലിയ സമ്പന്നര്. സത്യത്തിൽ അവരായിരുന്നു റോമിനെ ഭരിക്കുന്നത്. അംഗസംഖ്യയിൽ ചുരുക്കമാണ്, പക്ഷെ അവരാണ് റോമിനെ ഭരിക്കുക. അതിനിന്നും മാറ്റമില്ല. ഇന്ത്യ ഭരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട, 2.3% വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ബെനിയ എന്നാണ് അവരുടെ പേര്, ബെനിയ. ഈ ബെനിയ എന്നറിയപ്പെടുന്ന വൈശ്യവിഭാഗമാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അത് ചിലരുടെ പേര് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കും. നമ്മുടെ മഹാത്മജി ബെനിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. മഹാത്മജിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്ന പേര് ബിർള എന്നായിരുന്നു. മഹാത്മജിയുടെ കെട്ടിടം ബിർള കൊടുത്തതാണ്. അതുകൊണ്ടാണ് ബിർള മന്ദിർ എന്നതിന് പേര്. ഇന്നാ തലമുറയിൽ ആദിത്യ ബിർളയാണ് ആ സമ്പത്തിൻ്റെ കൈയടക്കം. ഇനി ഞാൻ ചില ബനിയ വിഭാഗക്കാരുടെ പേര് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒരാളുടെ പേര് ഗൗതം അദാനി എന്നാണ്. ഇനി ഒരാളുടെ പേര് മുകേഷ് അംബാനി എന്നാണ്. ഇനി ഒരാളുടെ പേര് ലക്ഷ്മി മിത്തൽ എന്നാണ്. അപ്പം ലക്ഷ്മി മിത്തൽ, ഗൗതം അദാനി, അംബാനിമാർ അല്ലെങ്കിൽ ധിരുഭായ് കുടുംബം, അസിം പ്രേംജി, ഇങ്ങനെ ഇന്ത്യയിലെ അതിസമ്പന്നർ, ലോകസമ്പന്നരുടെ പട്ടികയിൽ അവരുണ്ട്. ഇവർ നിശ്ചയിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണത്തിന് പോകാൻ പറ്റൂ. അത് ഏത് ഭരണകൂടം വന്നാലും. ഇതുപോലൊരു എലീറ്റ് ക്ലാസ്സാണ് പണ്ട് റോമിലെ ചക്രവർത്തിയെ നിയന്ത്രിക്കുന്നത്. തൊട്ടു താഴെ മറ്റൊരു ഗ്രൂപ്പുണ്ട്, അവരെ വിളിച്ചു പ്ലീബിയൻസ്. ഇവർ ഇടത്തരക്കാരാണ്, അതിസമ്പന്നരല്ല. ഇവർ വളരെ പണിപ്പെട്ടെങ്കിലേ അവർക്ക് പോലും ഈ ഉന്നത പൗരത്വം ലഭിക്കൂ. പിന്നെയാണ് നമ്മുടെ പൗലോസിൻ്റെ വാക്കുകൾ. ഞാൻ പ്രസിദ്ധമായ കിലിക്യ സംസ്ഥാനത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർന്ന റോമൻ പൗരനായ ഒരു യഹൂദനാകുന്നു. എന്തോ മനസ്സിലായി? അംബാനിമാരൊക്കെ കൂട്ടാന്ന്, ലക്ഷ്മി മിത്തലിൻ്റെ കൂട്ടായിരുന്നു. ഇത് പറയാനാ അങ്ങോട്ട് വന്നേ. പക്ഷെ ഒരു പ്രശ്നം പറ്റി പുള്ളിക്ക്. ക്രിസ്തു നിമിത്തം ഇതൊക്കെ ചപ്പെന്നും ചവറെന്നും എണ്ണി. നമ്മളൊക്കെ ഇപ്പോൾ ഈ ചപ്പും ചവറും അങ്ങനെ കിട്ടുമെന്നാണ് ചില സുവിശേഷ യോഗത്തിൽ ആൾക്കാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസി വലിച്ചെറിഞ്ഞ സാധനമൊക്കെ നമുക്കങ്ങനെ എങ്ങനെ കിട്ടും? പൗലോസ് ചപ്പെന്നും ചവറെന്നും എണ്ണി. അപ്പോൾ മാത്രമല്ല, പൗലോസ് മാത്രമല്ല, നമ്മുടെ ബർന്നബാസും റോമൻ പൗരനാണ്, ലൂക്കോസും റോമൻ പൗരനാണ്. എന്താ കാര്യം? തെളിവേണം. റോമാ പൗരന്മാരായ ഞങ്ങളെ കണ്ടോ കളി. വിചാരണ കൂടാതെ ഇങ്ങനെ തല്ലാവോ? ഞങ്ങളെ ഒന്നിലധികം പേരുണ്ട്. അടി കിട്ടിയ കക്ഷികൾ ചുമ്മാ ഇറങ്ങിയതല്ല. ചില ആളുകളുടെ വിചാരം ഇതൊക്കെ വെറുതെ ഇറങ്ങി പറയുന്നതല്ല, പിന്നെ പശ്ചാത്തലം പഠിക്കണം ആരാന്നല്ലേ. ചില സഹോദരങ്ങളെങ്കിലും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, ഈ കൃത്യജീവിതം ഇവിടെയുള്ള ആളുകൾ തിരഞ്ഞെടുത്തത് പാൽപ്പൊടി കഴിച്ചും വൈറ്റമിൻ ഗുളികയൊക്കെ സായിപ്പ് വന്നപ്പോൾ കിട്ടി. ഇതൊക്കെ കഴിച്ചാണ് ആളുകൾ വിശ്വാസം സ്വീകരിച്ചേ. നിങ്ങൾ ചരിത്രം പഠിക്കും. ഇന്ത്യയിലെ പ്രബലമായ ഒരു ക്രിസ്തീയ സഭയുടെ പേരാണ് IPC. അതുപോലെ പ്രബലമായ ഒരു പ്രസ്ഥാനമാണ് ചർച്ച് ഓഫ് ഗോഡ്, മറ്റൊന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇനി ഒന്ന് ഷാരോൺ. ഇങ്ങനെയുണ്ട്. അതിൽ ഈ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സ്ഥാപകൻ ഒരു തമിഴ് പശ്ചാത്തലമുള്ള അയ്യാപിള്ള
എന്ന ദൈവദാസനായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഷാരോൺ തോമാച്ച എന്ന് വിളിക്കുന്ന ഡോക്ടർ PJ തോമസിൻ്റെ പിതാവ് ജോൺ അയ്യാപിള്ള ശതകോടീശ്വരനായ ഒരു ഭൂ ഉടമയായിരുന്നു. ഒന്നുകൂടി കേട്ടു. കണ്ണൂർ ജില്ലയിൽ സർക്കാർ വക ആശുപത്രി പ്രവർത്തിക്കുന്നത് ജോൺ അയ്യാപിള്ളയുടെ മക്കൾ സൗജന്യം കൊടുത്ത സ്ഥലത്താണ്, എടുത്തോളാൻ. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ആരെങ്കിലും പാൽപ്പൊടി കൊടുത്തിട്ടാണോ അയ്യാപിള്ള ജോൺ അയ്യാപിള്ള ആയതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിന് പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ഷാരോൺ തോമാച്ചായനെ നമ്മൾ വിളിക്കുന്ന PJ തോമസ്, ഡോക്ടർ PJ തോമസ് അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാലയിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ PhD-കാരനാണ്. SRCP ഈ യൂണിവേഴ്സിറ്റിയുടെ ഹെഡാക്കാൻ തീരുമാനിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ. അപ്പോൾ ഓർക്കണം, അവിടുന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അക്കാലത്ത് ഡോക്ടർ. ഇതായിരുന്നു സ്ഥിതി. ART അതിശയം, AR തങ്കയ്യ അതിശയം എന്നൊരു ദിവസനാണ് ദീർഘനാളുകൾ ചർച്ചക്കോടിനെ നയിച്ചത്. ഈ തങ്കയ്യ അതിശയം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു, പരേതനായ പാസ്റ്റർ PAV സാറിൻ്റെ പിതാവ്. ദീർഘനാളുകൾ അസംബ്ലീസ് കോഡിനെ നയിച്ച ഒരു മഹാരഥനായ ദൈവദാസൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ കരീം. ഇന്ത്യ പെന്തക്കോസ്ത് സഭയെ സുദീർഘ വർഷങ്ങൾ നയിച്ച ആന്ധ്രക്കാരനായ പാസ്റ്റർ ജോൺ സുന്ദർ റാവു ദലിതനായിരുന്നു. അപ്പോൾ എല്ലാ തരം മത്സ്യങ്ങളും കയറുന്ന ഈ വല ഞങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് പാൽപ്പൊടി കൊടുത്തൊന്നുമല്ല, വൈറ്റമിൻ ഗുളിക കൊടുത്തൊന്നുമല്ല. ഞങ്ങൾക്ക് 100 വർഷത്തെ പഴക്കമുള്ളൂ. ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ആർക്കും ഇതൊന്നും വേണ്ടാതായി, ഇതൊന്നും ആർക്കും വേണ്ടാതായി. ഇനി മറ്റു ചില സംഭവങ്ങൾ കൂടി പറയാനുണ്ട്. ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ തെളിവ് കൂടി തരാം. നിങ്ങൾ പോയിട്ട് DC തന്നെ അടുത്ത പുസ്തകം കിട്ടും. E. മാധവൻ, SNDP യോഗത്തിൻ്റെ ആദ്യകാല ജനറൽ സെക്രട്ടറിമാരിലൊരാൾ. അദ്ദേഹത്തിൻ്റെ ജീവിത സമരം എന്നൊരു പുസ്തകം വായിക്കണം. 25,000 പേര് ഒറ്റയടിക്ക് തിരുനക്കര മൈതാനിയിൽ ഒത്തുകൂടി ഈ മതപരിവർത്തനത്തിന്. 20 സഹോദരങ്ങൾ, 25,000 നേതൃത്വം കൊടുത്ത ആളാണ് E. മാധവൻ. എന്താ അന്നത്തെ ക്രൈസ്തവ സഭ അവരോട് പറഞ്ഞെന്ന് കേൾക്കട്ടെ? മദൻ മോഹൻ മാളവ്യ ഇവരെ ഈ യോഗത്തിൽ സംസാരിക്കാൻ വന്നിട്ട് സഹോദരൻ അയ്യപ്പൻ കലാപമുണ്ടാക്കി തിരിച്ചു വിട്ടു. എന്നിട്ടവർ ഒറ്റക്കെട്ടായി 25,000 പേര് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? ഇതങ്ങനെ സ്വീകരിക്കാൻ പറ്റിയൊരു മാർഗമല്ല. നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി പഴയ രൂപത്തിൽ ഇരുന്നാട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നമ്മുടെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഇന്ത്യയിൽ, കേരളത്തിൽ രേഖാമൂലമുള്ള ആദ്യത്തെ മതപരിവർത്തനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ 1854 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ്. തെയ്യത്താൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദൈവത്താൻ. വിളിക്കുന്നതെല്ലാം തെയ്യത്താൻ. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇവയാളെ കളിയാക്കി വിളിച്ചാണ് തെയ്യത്താൻ. ഞാൻ പറഞ്ഞു, കളിയാക്കിയൊന്നുമല്ല. ഇന്നലെ കേട്ടല്ലോ, വേലുത്തമ്പി തളവയ്ക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരത്തിൽ രേഖപ്പെടുത്തിയ ഭാഷ ഞാൻ പറഞ്ഞു, ഇംഗരിച്ച് കുമ്പഞ്ചി. ഒന്നുകൂടെ നിങ്ങളുടെയൊക്കെ ആധാരം എടുത്താൽ അതിനകത്ത് കാണും ഭണ്ഡാരപ്പാട്ടവക സ്ഥലം അല്ലേ? ഭണ്ഡാരം എന്ന പദത്തിന് ഭാ തിരിഞ്ഞു കിട്ടില്ലായിരുന്നു. അന്നത്തെ ബുദ്ധിജീവികളെല്ലാം ഭണ്ഡാരം, ട്രഷറി, ഇത് പറയാൻ ഉപയോഗിച്ച പദം ഭണ്ഡാരം എന്നായിപ്പോയി. കാലം എത്ര കഴിഞ്ഞിട്ടും എത്ര ചീഫ് സെക്രട്ടറിമാരുന്നു, ഇവർക്കൊക്കെ ആരായി IAS കൊടുത്തതെന്നാ പേര്. എൻ്റെ പൊന്നു സാറേ, ഇത് തിരുത്തിയാൽ ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല. ഭണ്ഡാരവും പാട്ടവും ഒക്കെ കളഞ്ഞിട്ടിരുന്ന നല്ല മലയാള ഭാഷ. നമ്മുടെയൊക്കെ ആധാരം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും. ഇതെന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാ സ്ഥിതി. എത്ര IAS വന്നു, എത്ര ഭരണപരിഷ്കാരം വന്നു, എത്ര നിയമപരിഷ്കാരം വന്നു. ഇന്നും നമ്മൾ കിടക്കുന്ന എവിടെ? ഭണ്ഡാരപ്പാട്ടമൊക്കെ സ്ഥലത്ത്.
രാജാവിൻ്റെ വക സ്ഥലം ഈ ഭണ്ഡാരം വക സ്ഥലം കിടക്കുന്നതാണ് പണ്ടാരപ്പാട്ടം. നമ്മൾ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പോലെ നിൻ്റെ പണ്ടാരപ്പാട്ട വകയിലാണോടാ ഞാൻ കിടക്കുന്നതൊക്കെ ചോദിക്കുമല്ലോ. പക്ഷെ അത് നല്ല സ്ഥലമാണ്, വെട്ടിപ്പിടിച്ചൊന്നുമല്ല, അതാ അതിൻ്റെ അർത്ഥം. അതുപോലും അറിയാതെ ഈ വിഷയം ഉണ്ടാക്കുന്നത്. അപ്പം ഈ തെയ്യത്താൻ കാളയോടുകൂടെ നിലമുഴുന്നൊരു കാഴ്ച കോട്ടയത്തുനിന്ന് പോയ ജോൺ ഹോക്സ്വർത്ത് എന്ന മിഷണറി കണ്ടു. വിചിത്രമായി പുള്ളിക്ക് തോന്നി. എന്തൊരവസ്ഥയാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് നീ കന്നുകാലി ഇങ്ങനെ തഴുകും. എന്തിനാണെന്നറിയണ്ടേ, ഇണക്കി നിർത്തിയില്ലാതെ ഇടഞ്ഞാൽ പ്രശ്നമാണ്. കന്നുകാലിക്ക് ഇയാളും വലിയ താല്പര്യം, ഇതും തോളിൽ വെച്ച് ഇങ്ങനെ തെയ്യത്താൻ പൊക്കോണ്ടിരിക്കുകയാണ്. ദേഹം ആ സകലം ചെളി. ഈ ഹോക്സ്വർത്ത് അരിയിൽ ചെന്ന് വിളിച്ചു. ഇന്നിപ്പോൾ മല്ലപ്പള്ളി ഈയിലൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ തെയ്യത്താൻ നടന്ന വഴിയിലാണ് സിലോൺ പെന്തക്കോസ് മിഷൻ്റെ ഒരു ഹാളിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി. തെയ്യത്താനെ വിളിച്ചു. നീ ഇങ്ങനെ പണിതാൽ എന്ത് കൂലി കിട്ടും? അത് കൂലിയൊന്നുമില്ല, കഞ്ഞി കിട്ടും, പോകാൻ നേരം അരിയല്ല നെല്ല്. ഈ കഥകളൊക്കെ കേട്ട് പുള്ളി കരയുന്നൊന്നുമില്ല. കാരണം പുള്ളിക്ക് പ്രത്യേകിച്ച് ഇത് അയാളുടെ ജീവിതം ഇതാ. ആട്ടെ, നിനക്കിതൊക്കെ ഒന്ന് മാറണ്ടേ? എന്തിന്? യജമാനൻ എന്നെ വൻ വില കൊടുത്ത് വാങ്ങിയതല്ലേ. തൊട്ടടുത്തുള്ള തിരുനക്കര ചന്ത അടിമകളുടെ ഒരു കച്ചവട കേന്ദ്രം, പറഞ്ഞ അടിമച്ചന്ത. തിരുനക്കര ചന്തയിൽ 18 രൂപയ്ക്ക് വിൽക്കുന്ന അടിമയ്ക്ക് ചങ്ങനാശ്ശേരി ചെന്നാൽ 3 രൂപയുള്ളൂ. 3 രൂപ മുതൽ മുകളോട്ടോ. അവിടെ നിന്ന്, കാരണം ഈ നടത്തിക്കൊണ്ട് വരുന്ന ചിലവൊക്കെയാണ്, ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരണം. അവിടെ നിന്നൊരു 3 പേരെ അവിടുന്ന് മല്ലപ്പള്ളിക്ക് വിട്ടാൽ വില 21 രൂപയായിട്ട് കിടക്കും. യജമാനൻ 21 രൂപ കൊടുത്ത് എന്നെയും ഭാര്യയൊക്കെ മേടിച്ചതാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? 8 പേര്. 8 പേർക്കുള്ള വില ഉടമസ്ഥന് കൊടുത്തിട്ട് ഇവരെ പിടിച്ചിഞ്ഞു വാങ്ങി. നീ എൻ്റെ മുതലല്ലേ, കുളിച്ച് വൃത്തിയാകാൻ പറഞ്ഞു. കുളിച്ചു. സായിപ്പ് കുറേ തുണി ഒക്കെ ധരിക്കാൻ കൊടുത്തു. അതിനു മുമ്പ് പാള പോലൊരു തുണി, ഒരു വസ്ത്രമാണ് ധരിക്കുന്നത്, നഗ്നത മറയ്ക്കാൻ. അപ്പോൾ ആരോ തടഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, എൻ്റെ അടിമ ഞാൻ വില കൊടുത്ത് വാങ്ങിയ സാധനം അതെന്ത് ധരിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിറ്റേന്ന് രാവിലെ പിടിച്ച് സ്നാനപ്പെടുത്തി പള്ളി കൂട്ടിയില്ല, പിറ്റേ ആഴ്ചയിൽ കൂട്ടിയില്ല, പിറ്റേ മാസത്തിൽ കൂട്ടിയില്ല, വിട്ടു. നേരെ തിരുവല്ലയിലെ മിഷൻ സ്റ്റേഷന് വിട്ടു. ലണ്ടനിൽ പ്രസിദ്ധം ചെയ്യുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഔദ്യോഗിക പത്രത്തിൽ അച്ചടിച്ചു വരുന്ന 75 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളീകരിച്ച് ഇവിടെ കൊടുത്തു. അക്ഷരം പഠിപ്പിച്ചു, ബൈബിൾ പഠിപ്പിച്ചു, പാട്ടുപുസ്തകം പാടാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഈ 75 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ദൈവം ആര്? യേശുക്രിസ്തു ആര്? പരിശുദ്ധാത്മാവെന്ത്? നമ്മൾ ഈ പഠിക്കുന്ന അടിസ്ഥാന ഉപദേശം എല്ലാം പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. ഇങ്ങനെ മാറ്റിയെടുത്ത് 1 കൊല്ലം കഴിഞ്ഞാണ് അവർക്ക് സ്നാനം നൽകുന്ന. 1 കൊല്ലം. സഹൃദയരെ, നിങ്ങൾ ഞങ്ങളുടെ രീതികൾ പഠിക്കണം, ഞങ്ങളുടെ ശൈലികൾ പഠിക്കണം. ഒരു മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ ഈ സഭയിൽ എത്തിച്ചിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടെന്നല്ല, യാതൊരുവനെ ക്രിസ്തുവിലെത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കേവലം ആത്മരക്ഷയുടെ ദൂതിൻ്റെ പ്രകാശനമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ വികാസത്തിൻ്റെയും വിമോചനത്തിൻ്റെയും വഴി ക്രിസ്തുവിലെന്ന് സ്ഥാപിച്ചുറപ്പിച്ച് അത് പഠിപ്പിച്ച 100 കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് തെളിയിച്ച മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. അതുകൊണ്ട് ഓരോ സുവിശേഷകനും അഭിനന്ദനമർഹിക്കുന്നു. അവർ ആത്മാക്കളെ നേടുന്നതിൽ അഭിനന്ദനമർഹിക്കുന്നു, പ്രാർത്ഥന അർഹിക്കുന്നു. ആ പ്രവൃത്തി തുടരാനുള്ള വ്യഗ്രതയില ഈ വർഷാവസാനത്തിലും ഞങ്ങൾ ഈ ദേശത്തെ സുവിശേഷം കേൾപ്പിക്കുന്നത്. അപ്പോൾ പെറ്റീഷനെയും ബിലീവിനെയും മനസ്സിലായി. ഈ കൂടെ നമ്മൾ കേരളത്തിലേക്കൊന്ന് വന്ന ഇനിയുള്ളതാണ് അടിമകൾ, ഡൂലോസ്. ഡൂലോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മിക്കവാറൊക്കെ ഈ ബൈബിൾ സ്കൂളിൻ്റെ പേരാണ്. ഞാനും ഒരു ഡൂലോസ് ബിബ്ലിക്കൽ സെമിനാരിയുടെ അധ്യാപകനും ഉത്തരവാദിത്തപ്പെട്ട ആളുമൊക്കെയാണ്. വാസ്തവത്തിൽ ആ പേരിൻ്റെ അർത്ഥം അടിമ എന്നാണ്. അതിലാരാ അടിമ? ഞാനാണോ, പ്രിൻസിപ്പളാണോ, കുട്ടികളാണോ എന്നൊക്കെ ഇനിയും കാലം തെളിയിക്കട്ടല്ലേ. ഡൂലോയ്, അതാ ബഹുവചനം.
നമുക്കൊരു കപ്പലുണ്ടായിരുന്നു, ഡൂലോസ് അല്ലേ? ആ, അടിമകൾ. ഇനിയുള്ളത് ഈ വന്ന് പാർക്കുന്ന കക്ഷികളാണ്, മൈഗ്രൻ്റാണ്. ബംഗാളികളൊക്കെ അങ്ങ് ബംഗാളിൽ നിന്ന് നുഴഞ്ഞിവിടെ കയറി ഒറ്റയടിക്ക് ഇന്ത്യക്കാരാവും. ഈ ഇനമൊക്കെ ഒത്തിരി നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അപ്പോൾ ഈ ടൈപ്പ് ആളുകൾക്ക് നേരെ ചെന്നൊരു കേസ് ഫയൽ ചെയ്യാൻ റോമിൽ അവകാശമില്ല. നേരെ പരാതിപ്പെടാൻ അവകാശമില്ലാത്തത് കൊണ്ട് നിയമവിദഗ്ധർ വഴിയേ ഇവർക്ക് ചെല്ലാൻ പറ്റൂ. അതുകൊണ്ട് ഇവരെ ഒരു പേരിട്ട് വിളിച്ചു, ക്ലൈൻറ്റ്. അതാ ഇന്നും കോടതി വിളിക്കുന്ന ക്ലൈൻറ്റ്, എൻ്റെ കക്ഷി. മനസ്സിലായില്ലേ? നമ്മുടെ വക്കീൽ നമ്മളെ കുറിച്ച് പറയുന്നതാ, ഇതെൻ്റെ ക്ലൈൻറ്റാണ്. അപ്പോൾ ക്ലൈൻറ്റിന് നേരെ സംസാരിക്കാൻ അറിയില്ല, പാർട്ടില്ല. അതിന് പകരം അപ്പോൾ റോമിൽ ക്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യർക്കിടയിൽ അംഗസംഖ്യ കൊണ്ട് അടിമകൾ വലിയൊരു ജനതയായിരുന്നു. ആ വലിയ കോടിക്കണക്കിനുള്ള ആ മനുഷ്യരെ എണ്ണത്തിൽ നന്നേ ചുരുക്കമായ ഈ പെട്ടീഷൻസ് ഭരിച്ചു. അതിലും അത്ഭുതമില്ല. കാരണം 35 കോടി വരുന്ന ഇന്ത്യക്കാരെ 1 ലക്ഷം വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചു. 1 ലക്ഷമുള്ളൂ, അവർ 1 ലക്ഷത്തിൽ താഴെ. നമുക്ക് 35 കോടിയാണ് ജനാധിപതി. നമ്മളെല്ലാം കൂടെ ചുമ്മാ കൂടിയാൽ മതി, സാഹിബ് പോകുമായിരുന്നു. അത്രയും ആൾക്കാർ നമ്മളുണ്ടായിരുന്നു അന്ന്. ഇതാ സ്ഥിതി. ഒരു സമ്മേളനം കൂടിയാൽ മതിയായിരുന്നു, ആര് പോയേനെ. പോകാനുള്ള മാൻ പവർ നമുക്കുണ്ടായിരുന്നു. അത് പോട്ടെ. അപ്പം അതിലൊരു പരിധി വരെ ഈ ഇവർ പോകാഞ്ഞതിൻ്റെ ഒരു കാരണം മറ്റൊന്ന്, നമ്മുടെ ചില രീതികളുണ്ടാകും. നമ്മളൊന്ന് നോക്കി ഇവരെ ഓടിക്കാനൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി പദ്ധതി ഇട്ടു. യുദ്ധത്തിൽ നമ്മുടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മാതൃകാപരമായ യുദ്ധമായി. എതിരാളിയെ വണങ്ങും, അങ്ങനെയാണ്. ഉണ്ട്, എന്തൊരു മര്യാദയാണ്. നമ്മളൊരുത്തം തല്ലാൻ വന്ന് അവനെ ഒന്ന് വണങ്ങുക, സൂര്യനെ വണങ്ങുക, ഭൂമിയെ വണങ്ങുക. കൂടാതെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ചുമ്മാ കയറി അടിക്കാൻ പാടില്ല. അതിന് നിയമാവലികളൊക്കെ ഉണ്ട്. അതായത് അടി നടത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ആള് സിംഹത്തഞ്ചം പിടിച്ച് ഗജവടിവിൽ നിവർന്ന്, ഗജവടി എന്ന് പറഞ്ഞാൽ ആന നിവരുന്ന പോലെ നിവർന്ന്, ഇതും തുടങ്ങുന്നതിൻ്റെ രാഹുകാലമൊക്കെ നോക്കിയാ. അപ്പോൾ വിസിൽ മുഴങ്ങി, ഇന്ത്യക്കാരൻ സായിപ്പിനിട്ട് ആക്രമിക്കാൻ തുടങ്ങി. സിംഹത്തഞ്ചം പിടിച്ചു, രാഹുകാലം കറക്റ്റായിരുന്നു. സിംഹത്തഞ്ചം പിടിച്ചു, ഗജവടിവിൽ നിവർന്നു, വ്യാക്രഗർജനം നടത്തി. ഇതൊന്നും മനസ്സിലാകാത്ത സായിപ്പ് തോക്കെടുത്ത് കാച്ചി. രാഹുകാലം എന്താ, സിംഹത്തഞ്ചം എന്താ, ഗജവടിവിൽ എങ്ങനെ നിവരുന്നേ? ഇന്നും പുള്ളിക്കറിയത്തില്ല. ഇതൊന്നും വർഷോത്തറായി ഇമാരെന്താ ഇത് പഠിക്കുന്നത്? നമ്മുടെ സിംഹത്തഞ്ചവേ, നമ്മുടെ ഗജവടിവേ, നമ്മുടെ കുക്കുടാസനമൊക്കെ എന്നാ ഇനി ഇവൻ പഠിക്കുന്നൊരു പിടിയില്ല. അപ്പോൾ ഏതായാലും ഇവൻ കാച്ചി ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. ഇതാ തന്ത്രം വഴിയാണ് സാഹിബ് ഇവിടെ എല്ലാം ആധിപത്യം ഉറപ്പിച്ച്. ഇതുപോലെ ഇവർ പെരുമാറുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ അരക്ഷിതാവസ്ഥ ഉണ്ടായി. അത് പറഞ്ഞ് നമുക്ക് വിഷയത്തിൽ കയറാം. എന്താ അരക്ഷിതാവസ്ഥ എന്നറിയണ്ടേ? പ്രായമായ അടിമകളെ ഒന്ന് അക്കമഡേറ്റ് ചെയ്യാൻ സൗകര്യമില്ല. ഫുഡ് കൊടുക്കുകയും വേണം, പണിയെടുക്കാനും വയ്യ. എന്ത് ചെയ്യും? നമ്മളൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, ഐക്യ കൺവെൻഷനൊക്കെ നടത്തും. പ്രായമായ അച്ചായന്മാരുണ്ട്, നമ്മളൊരു ചുമതല കൊടുക്കും, പ്രേയറിൻ്റെ കൺവീനർ. നമുക്കാണെങ്കിൽ അങ്ങനെയുള്ളൊരു തസ്തിയുണ്ട് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. അല്ലേ അച്ഛൻ ആ രക്ഷാധികാരി, പേട്രൺ. അച്ഛൻ ഇതെന്താന്ന് പോലും ആട്ടെ, എന്തോലും ആയല്ലോ മതി. നമ്മൾ നാളെ പ്രായമാകുമെന്ന് ഓർത്ത് വേണം ഈ കൺവീനർ ആക്കാൻ. മനസ്സിലായില്ലേ? നമ്മൾ ഒരുത്തരെ കൺവീനറാക്കിയ കൊച്ചുമക്കളെല്ലാം ചേർന്ന് നമ്മളെ പല കൺവീനർമാരാക്കും. അങ്ങനെ വരിക കാലം അല്ലേ? കാലം ഒന്നിനും കണക്ക് തീർക്കാതെ പോവില്ല. പോട്ടെ. അപ്പം ഇവർക്ക് പണിയെടുക്കാൻ വയ്യ. അപ്പോൾ ഭരണകൂടം ചെയ്തത്, ഇവർക്കുള്ള ഭക്ഷണപ്പൊതിയൊക്കെ തയ്യാറാക്കിയിട്ട് പറയും, ദൂരെയായി ഇന്നു മുതൽ ജോലി, വാ കപ്പലിൽ കയറ്റി ഏകാന്ത ദ്വീപുകളിൽ കൊണ്ട് തട്ടും. വെറുതെ അല്ല, അവിടെ കൽക്കരി ശേഖരിച്ച് കൊടുക്കണം. കൽക്കരി അന്നും ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ കിടന്ന് പണിയെടുക്കുക, പണിയെടുത്തെടുത്തെടുത്ത് ചാകും. വല്ലപ്പോഴും വരുന്ന ഭക്ഷണം
100 പേരുണ്ടെങ്കിൽ 10-20 പേർക്കുള്ള പൊതി അങ്ങോട്ട് തട്ടും. ഇവർ തമ്മിലടിച്ച് ചാകും. ചിലർ ഭ്രാന്തന്മാരാകും. അവിടെ ചിലർ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലെ പട്ടാളക്കാർ ചാട്ടക്കടിക്കും. ക്രൂരമാണ് അവിടുത്തെ പീഡ. ഇങ്ങനെ മരിക്കും. ക്രിമിനലുകൾ, തള്ളിക്കളഞ്ഞ മനുഷ്യർ, മനോരോഗം വന്നവർ, പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ. ഇത്തരമൊരു ദ്വീപിൻ്റെ പേര് പത്മോസ്. അവിടെ ആ യോഹന്നാനെ വലിച്ചെറിഞ്ഞ്. അത് വേറൊരു ചരിത്രം. ഇത് ചെറുപ്പക്കാരിൽ ഇതറിഞ്ഞ് അവിടുന്നൊക്കെ ചാടി വന്നവരും രക്ഷപ്പെട്ടവരും ഒക്കെ പറഞ്ഞു കേട്ട അറിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ ആ ദ്വീപിലിട്ട് പീഡിപ്പിക്കുന്നു. ഈ വാർത്ത പരന്നതോടെ അടിമകൾക്കിടയിൽ ഈ പെട്രീഷ്യന്മാരെ വകവരുത്തണം. ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ചെയ്തു. ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ചെയ്തതോടുകൂടി അടിമകൾ നാടെങ്ങും കലാപമഴിച്ചു വിട്ടു. യജമാനന്മാരെ കഴുത്ത് ഞെരിച്ചു കൊന്നു, തീക്കുള്ളിൽ വലിച്ചെറിഞ്ഞു, അവരുടെ പിഞ്ചോമനകളെ കൊന്നു, സ്ത്രീകളെ ഉപദ്രവിച്ചു, കൃഷിയിടങ്ങൾക്ക് തീയിട്ടു, മൃഗങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടെന്ന് ഭക്ഷണമാക്കി കഴിച്ചു. ഈ സംഘങ്ങളെ ഭയന്ന് തെരുവിലൂടെ നടക്കാൻ വയ്യ. വല്ലാത്ത അന്തരീക്ഷം. കാരണം ജനം വയലൻ്റായി. ജനത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഈ വല്ലാത്ത പരിതസ്ഥിതിയിൽ ഇവരെ അമർച്ച ചെയ്യാൻ, ഇവരെ ഒതുക്കാൻ എടുത്ത പല നടപടിക്രമങ്ങളും പാളി. അവരെ ഒതുക്കാനെടുത്ത ഒരു ശ്രമത്തിൻ്റെ പേരാണ് ക്രൂശുമരണം. അപ്പം നമ്മൾ വിഷയത്തിലെത്തി. രാജത്വത്തിനെതിരെ, പെട്രീഷ്യനെതിരെ കലഹിക്കുന്ന അടിമകൾ, യജമാന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന അടിമകൾ, കൃഷിയിടങ്ങൾക്ക് തീടുന്ന അടിമകൾ, ഇവരെ മാത്രം ചെയ്തു വരുന്ന ശിക്ഷയാണ് ക്രൂശുമരണം. ആ തിരുവെഴുത്തിൽ കാണുന്നു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിമിനക്കുറ്റം ചാപ്പകുത്തി ക്രൂസിൽ തറക്കാൻ നിർബന്ധിതരായ ആയിരക്കണക്കിന് അടിമകൾക്കൊപ്പം യേശുവിനെയും ബലിയാടാക്കിക്കൊണ്ട്, പാപമറിയാത്തവനെ പാപിയാക്കി മാറ്റിക്കൊണ്ട്, അവൻ പാപരഹിതനായിരുന്നിട്ട് കൂടി അങ്ങനെ ചാപ്പകുത്തി ക്രൂശിക്കത്തക്ക വിധം അവരെന്തു കുറ്റം ചെയ്തു എന്ന ചോദ്യത്തിന് കാലമിത്ര കഴിഞ്ഞിട്ടും ആർക്കും മറുപടിയില്ലെങ്കിൽ പ്രവാചകൻ ഉത്തരം പറഞ്ഞു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ സൗഖ്യത്തിൻ്റെ വിളംബരമാണ് സുവിശേഷം. ആ സുവിശേഷം ഈ രാത്രിയും അതിൻ്റെ അന്തസ്സോടെ, ആഭിജാത്യത്തോടെ ഈ ഗ്രാമത്തോട് ഇങ്ങനെ പ്രഘോഷിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകിയ ആധികാരികമായ ശ്രേഷ്ഠമായ ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമം. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിഷയത്തിലെത്തി. ഇവിടെ അടിച്ചൊതുക്കി ജനങ്ങളെ നിർബന്ധിതമായി രാഷ്ട്രം കൊണ്ടുവരാൻ ഒരുമ്പെട്ട ആ സമാധാന ശ്രമത്തിനൊരു പേര് പറയും പാക്സ് റൊമാന. ഈ യോഗം കുട്ടികളെ കൂടി ലക്ഷ്യമിട്ട് വേണമെന്ന് എബ്രഹാം സാറ് പറഞ്ഞ ഒരു സന്ദേശം കിടക്കുന്നുണ്ട്. ഇവർ കൂടി പിണപ്പെടുന്ന ഇത്തരം ചില കാര്യങ്ങൾ പറയുന്നത്. പിണക്കമുണ്ടോ? പിണക്കമാണെങ്കിൽ ഞാൻ ശൈലി മാറ്റാൻ പോവാ. അതിനായി പറഞ്ഞു. പിണക്കമാണെങ്കിൽ ഞാൻ സാധാരണ പ്രസംഗിക്കുന്നൊരു ശൈലിയുണ്ട്. അതിൻ്റേതായിരിക്കുന്നതായിട്ടുള്ളതാകുവാൻ തൊക്കെ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ അങ്ങനെ വേണോ? വേണ്ട. ചിലപ്പോൾ കുറേ കൂടെ ബേസൊക്കെ ഇട്ട് എന്നാൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ വയ്യ. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ പരക്കും. ഞാൻ അടുത്തിനോട് ചോദിച്ചു, ഒരു കൊച്ചു പയ്യൻ നമ്മൾ പഠിപ്പിച്ച് 10-28 വയസ്സുള്ളൂ, വഴി കൊണ്ടു എന്നാണ്ടോ അവനെ വാർത്തകളൊക്കെ സുഖമായിരിക്കുന്നു, കൃപയാൽ സന്തോഷമായിരിക്കുന്നു, സാറിപ്പോൾ എവിടാ? ഞാൻ ചോദിച്ചു, നീ കോഴിപ്പൂവനെ ജീവനോടെ വിഴുങ്ങിയോ? കാരണം അതിരുന്ന് ഇതെന്തിനാ ഈ ശബ്ദം ഒരു പിടിയും കിട്ടുന്നില്ല. നാച്ചുറലി നമുക്ക് ഈ നാച്ചുറലി സംസാരിക്കുന്ന ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മളിങ്ങനെ ടോൺ ചെയ്ത് വെച്ചൊരു രീതിയുണ്ടല്ലേ, അതിൽ തന്നെ സംസാരിക്കണം അല്ലേ? ഏതാണ്ടൊരു കുറവ് പോലാണ് അല്ലേ? എന്തോ ഒരു അപാകത സംഭവിച്ചു. ക്ഷമിക്കണം, ഞാനെടുത്ത ജീവിതത്തിലൊരു തീരുമാനം, മനുഷ്യന് ഉറവോ സന്തോഷമൊക്കെ വരട്ടെ, അതിന് ഞാനൊരു കൃത്രിമ ശബ്ദം ഉണ്ടാക്കുകയില്ല.
സന്തോഷമില്ല. നാച്ചുറലായിരിക്കണ ഉണർവ് ഹൃദയത്തിൽ തട്ടണം. പറഞ്ഞുതരാം. എനിക്ക് ഈ ഉണർവൊക്കെ വലിയ സന്തോഷമുള്ള ആളാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് എന്ത് ചൈതന്യം അല്ലേ? അങ്ങനെയാണ്. പാട്ടും എല്ലാം വേണം. ചിലപ്പോൾ നമ്മുടെ അനീഷൊരു നല്ല സിംഗറാണ്. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാടിയപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നറിയാം. എൻ്റെ വീടിൻ്റെ സമർപ്പണമൊക്കെ അനീഷ് വന്നാൽ പാടുന്നു. അത്ര സ്നേഹമാണ്. പക്ഷേ ഈ അനീഷിൻ്റെ ഒക്കെ കൂടെ ചിലപ്പോൾ ചില കക്ഷികൾ വരും. പാട്ടുമായിട്ട് ഇവനൊരു ബന്ധമില്ല. ഈ ആമുഖം പറയുക പാട്ടിൻ്റെ. അനീഷ് അത് ശ്രദ്ധിക്കണം. എന്താണെന്നറിയണ്ടേ? ഈ കമൻ്ററി പറയുന്നത് വലിയൊരു ദൈവപ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചിലരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് രാത്രി സൗഖ്യം. ഇതന്നെയല്ല ഈ വള്ളംകളിക്കും കേൾക്കുന്നത്. പായ്പാട് ചുണ്ടൻ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലൊരു വള്ളപ്പാടകലെ 3 ജലരാജാക്കന്മാർ ഇഞ്ചോടിഞ്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, കാണികളെ ത്രസിപ്പിച്ചുകൊണ്ട് ശിരാഞരമ്പുകളെ തീ പിടിപ്പിച്ച്. ഇതന്നെയല്ലേ പറയുന്നത്? എന്തിനാണ് ഈ കമൻ്ററി പാടിയാൽ പോരാ? നേരം കൊണ്ട് ഒരു പാട്ട് പാടിയ എന്തൊരു ഐശ്വര്യം അല്ലേ? ജനം വിടുതലെടുക്കുകയോ സന്തോഷിക്കുകയോ അയ്യോ ഒക്കെ ചെയ്യട്ടെ, പക്ഷേ ഇങ്ങനൊരുത്തനെ ഇറക്കണോ? ഇതെൻ്റെ ചോദ്യം. ഇത് അച്ഛൻ കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് മാറ്റും. മനുഷ്യൻ ആരാധിക്കട്ടെന്ന്. അതിനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരാളെ നിർത്തി ഈ കമൻ്ററി പറഞ്ഞ് നാട്ടുകാരെ കേൾപ്പിക്കണോ? ഇഞ്ചോടിഞ്ച് മുന്നേറുകയാണ്, പിടിക്കുകയാണ്. നമ്മുടെ ഈ അരുണമൊക്കെ ഇലക്ഷൻ വരുമ്പോൾ പറയുന്ന പോലെ ഡോക്ടർ അൻകുമാറൊക്കെ പറയും ഇഞ്ചോടിഞ്ച്. 1 ഇഞ്ചുമില്ല, ഭയങ്കര വ്യത്യാസമില്ല അത് ജയിക്കുന്നു. എന്നാലും പോയിട്ട് ടി വിയിൽ എന്താ പറയുന്നത്? ഇഞ്ചോടിഞ്ച് പോരാട്ടം. 1 ഇഞ്ചും ഇല്ല. ഇതുപോലെ ചിലപ്പോൾ ഇലക്ഷനെ തലേന്ന് ഇന്നാണ് അടിയൊഴുക്ക്. എന്തോ അടിയൊഴുക്ക് നടക്കുന്നു? പ്രത്യേകിച്ച് വല്ല അടിയൊഴുക്കുണ്ടോ? ഒന്നുമില്ല. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോ അതുപോലൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അനുകരണമാണ് നമ്മുടെ ഈ വേദിയിലും കേൾക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ക്രൂരത നിറഞ്ഞ മ്ലേച്ഛമായ ഭീകരമായൊരു മരണരീതി, അതാ ക്രൂശ് മരണം. പ്രിയമുള്ളവരെ, പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ക്രൂശ് എന്നൊരു വാക്കില്ല, ക്രൂശീകരണം എന്നൊരു ശബ്ദമില്ല. ക്രൂശിച്ച ഒരാളെയും നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണാൻ വയ്യ. കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ പഴയ നിയമകാലത്ത് 4 വിധ മരണരൂപങ്ങളുണ്ടായിരുന്നു. കുറ്റം ചെയ്തവനെ കല്ലെറിഞ്ഞു കൊല്ലേണം, സ്റ്റോണിങ്. കുറ്റം ചെയ്തവൻ്റെ തലയറുത്ത് കൊല്ലേണം, ബിഹെഡിങ് ഓർ സോഡിങ്, തല വെട്ടിക്കളയണം. കുറ്റവാളിയെ ഞെരുക്കിക്കൊല്ലണം. 2 തടികൾ ഒരു ചങ്ങലയിൽ ഘടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് സ്ട്രാംഗ്ലിങ് എന്നതിന് പറയുക, ഞെരുക്കിക്കൊല. അത് തൽമൂദുകളിലെ കൊള്ളാണ്. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശിക്ഷ. ഇനി നമുക്കെല്ലാം അറിവുള്ളൊരു ശിക്ഷയാണ് അടുത്ത് പറയുന്നത്. ഹാങ്ങിങ്, ഹാമാൻ്റെയൊക്കെ തൂക്കിക്കൊല. അതിപ്പോഴും ഉണ്ടല്ലോ, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ ബിഹെഡിങ്, സ്റ്റോണിങ്, സ്ട്രാംഗ്ലിങ് ആൻഡ് ഹാങ്ങിങ്. തൂക്കിക്കൊല്ലുക, കല്ലെറിഞ്ഞു കൊല്ലുക, വാളിനാൽ കൊല്ലുക, ഞെരുക്കിക്കൊല്ലുക. ദർ ഇസ് നോ ക്രൂസിഫിക്ഷൻ ഇൻ ഓൾ ടെസ്റ്റമെന്റ്. ക്രൂശ് മരണം എന്നൊരു കാര്യമില്ല. പിന്നെ ഇതെന്നാ വന്നേന്നറിയണ്ടേ? ക്രിസ്തുവിന് 300 കൊല്ലങ്ങൾക്ക് മുമ്പ്, കർത്താവായ ക്രിസ്തുവിന് 400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പഴയ നിയമം തീരുന്നത്, എഴുതി കഴിയുന്നത്. 1 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞ് ഫിനീഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു മരണരീതിയുടെ പേരാണ് ക്രൂശീകരണം. ഫിനീഷ്യരിൽ നിന്ന് കാർത്തേജരിലേക്ക് പകർന്നു. അത് പേർഷ്യക്കാർ അഡോപ്റ്റ് ചെയ്തു പിൽക്കാലത്ത്. അതേ ശിക്ഷാരീതി പേർഷ്യക്കാരിൽ നിന്ന് ഗ്രീക്കുകാരും നടപ്പിലാക്കി. അലക്സാണ്ടർ കാലത്തൊക്കെ ക്രൂശ് മരണമുണ്ടെങ്കിലും ക്രൂശ് മരണം വൻതോതിൽ നടപ്പിലാക്കിയത്, ക്രൂശ് മരണം ഒരു വലിയ ശിക്ഷാരീതിയാക്കി മാറ്റിയത് റോമക്കാരാണ്. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറയാം, ഇതൊരു റോമൻ ശിക്ഷാരീതിയാണ് ക്രൂശ് മരണം. ഇനി ക്രൂശിനെ പറ്റിയും പറയാം. ഞാനും നിങ്ങളും കണ്ട, പഠിച്ച, പരിചയിച്ച നമ്മുടെ മുമ്പിലെ ദൃശ്യങ്ങളൊന്നും ക്രൂശല്ല, യഥാർത്ഥ ക്രൂശല്ല. ക്രൂശ് തന്നെ പല വിധത്തിലുണ്ട്. ക്രക്സിമിസ, സെൻറ്റ് ആൻ്റണി ക്രോസ് എന്നൊക്കെ പറഞ്ഞ പലതരം ക്രൂസുണ്ട് ചരിത്രത്തിൽ. മാനിക്കയൻ കുരിശ് എന്നൊന്നുണ്ട്.
ഒക്കെ പറയാൻ പോലെ ഒത്തിരി ഉണ്ട്. മാനിക്കയം കുരിശാണ് ഈ ഇങ്ങനത്തെ ഒരു തരം ക്രൂശില്ലേ, ശവങ്ങളെയൊക്കെ പുതപ്പിക്കുന്ന ആ തുണിയിലൊരു തരം കുരിശ് കണ്ടിട്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു പ്രാവ് കരണ്ടടിച്ച് താഴെ വീണ പോലൊരു പടം, തല കീഴായിട്ട് ലങ്കമ്പിയിലിരുന്നു, അത് താഴോട്ട് വീഴുമ്പോൾ വരയ്ക്കുന്ന പോലൊരു പടം താഴോട്ട്. ഇതിൻ്റെ പേരാ മാനിക്കയൻ കുരിശ്. അത് പേർഷ്യയിൽ നിന്ന് വന്നാ. മാനി എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു അവിടെ. മാനി ഒരു സന്യാസിയായിരുന്നു, ഒരു ക്രൈസ്തവ സന്യാസിയായിരുന്നു. ഒരു ദിവസം മാനിക്ക് തോന്നി യേശുക്രിസ്തു ദൈവപുത്രൻ യേശുക്രിസ്തുവായി ബേത്ലഹേമിൽ വന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ മാനിയിലേക്ക് വന്നു. ഞാനാണിപ്പോൾ പരിശുദ്ധാത്മാവ്. ഇതാണ് ആ സാധനം. അത് കൊണ്ടു നടക്കുന്നവർക്കൊന്നും അത്ര വലിയ പിടിയില്ല. കൊണ്ടു നടക്കുന്നവർക്കൊക്കെ അറിയാം, അണികൾക്ക് വലിയ പിടിയില്ല. അതാവശ്യം. നമ്മളെക്കാൾ അറിയാം അവർക്ക്. മാനിക്കയൻ കുരിശ്. അപ്പോൾ ഈ ക്രൂശ് നമ്മൾ പരിചയിച്ചൊന്നുമല്ല യേശുവിനെ ക്രൂശിച്ച്. ഒന്നാമതിന് ചതുരത്തിൽ ആശാരി വന്ന് കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമല്ല. ആൻ്റണിയുടെ 6-ാം തിരുമുറിവിനകത്ത് ക്രിസ്തു ഇങ്ങനെ ക്രൂശ് പണിയുന്ന ഒരാളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ക്രൂശ് പണിയുന്ന ഏർപ്പാടില്ല. കാരണം വെട്ടിയെടുത്ത മരം ചില്ലകൾ കോതിച്ച് അതേ രൂപത്തിൽ കൊണ്ടുവരിക. ഉരുളൻ തടിയ. ആ തടിക്ക് 2 ഭാഗങ്ങളാണ് ക്രൂശിന്. വിലങ്ങനെ കുത്തനെ നിർത്തിയിട്ടുള്ളൊരു തടി, അതിൻ്റെ പേര് സിംപ്ലക്സ് എന്നാണ്. സിംപ്ലക്സ്. ആ സിംപ്ലക്സിന് വിപരീത ദിശയിൽ തിരികെ വെക്കുന്ന, ഹൊറിസോണ്ടലായി വെക്കുന്ന ആ തടിക്കൊരു പേര് പറയും പാറ്റീബുലം. PATIBULAM, പാറ്റീബുലം. ഇതിൽ ഈ പാറ്റീബുലം എന്ന തടി ഉണ്ടല്ലോ, ഈ വിലങ്ങൻ തടി, അത് ചുമന്നാൽ മതി. നമ്മൾ ഈ കാണുന്നുള്ള കഷ്ടാനുഭവ ആഴ്ചയിലെ പോലെ ആ തടി എപ്പോടെ വലിച്ചുകൊണ്ടൊന്നും പോകണ്ട. കുറഞ്ഞ പക്ഷേ അടുത്ത വർഷം ചെയ്യാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ, പറഞ്ഞു തരാം പരിപാടി എങ്ങനെയാണ് കാണിക്കുമ്പോൾ. പക്ഷേ ഒറിജിനലായിട്ട് കാണിച്ചോണം, അത് വേറെ കാര്യം. ഏതായാലും ഇറങ്ങിയതാ ഒറിജിനലായിട്ട്. ചാട്ടയൊക്കെ ഒറിജിനലായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തടി തോളിലേക്ക് വെച്ചിട്ട് കൈ കയറുകൊണ്ട് കെട്ടണം. 2 കൈയും അനങ്ങാൻ പറ്റില്ല. ആണിയടിക്കുന്നതിന് നിബന്ധനകളുണ്ട്. ആണിയടിക്കുന്നത് കൈവെള്ളയിലല്ല. അത് വലിയ തെറ്റാണ്. റോമൻ ചരിത്രത്തിൽ എവിടെയും കൈവെള്ളയിൽ ആണിയടിക്കുന്ന ചരിത്രമില്ല. ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ട ആരാച്ചാർ 3 പേരും അടുത്തു വരണം. ഇവർക്കൊരു സഹായിയുണ്ട്, അപ്പോത്തിക്കരി എന്ന് വിളിക്കും, വൈദ്യൻ. അപ്പോത്തിക്കരി വരണം. അയാൾ ഈ മനുഷ്യൻ്റെ, ക്രൂശിക്കപ്പെടുന്നവൻ്റെ ശരീരം ഇങ്ങനെ നാഡി പരിശോധിച്ച്, ഞരമ്പുകൾ പരിശോധിച്ച് ആണിയടിക്കേണ്ട കൃത്യ സ്പോട്ട് മഷിക്ക് അടയാളപ്പെടുത്തും. ഇവിടെയാണ് മിക്കപ്പോഴും വരിക. നമ്മൾ റിറ്റ്സ് എന്നൊക്കെ പറയല്ല അവിടെ. കാരണം മണിബന്ധം ഇവിടെയാണ്. ഈ ഞരമ്പ് കെട്ടുകൾ വന്ന് സന്ധിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു ലോക്ക് പോലെയാണ്. അതുവഴി ആണി കയറ്റിയാൽ ഈ കയ്യിൽ നിന്ന് താഴോട്ടൊന്നും ആൾ വീഴില്ല. ഇതാണേ മുറിഞ്ഞ് താഴെയൊക്കെ പോകാം. അത്ര സക്സസ് ആവില്ല. എന്തിനാ ആണി അടിക്കുന്ന? ആളിനെ ഉറപ്പോടെ തറച്ചിടാൻ മാത്രമല്ല. ആണി അടിക്കുകയല്ല ആദ്യത്തെ ഘട്ടം. ചതുര വടിയുള്ള ആണി, അഗ്രം മൂർച്ചയുള്ളതാണ്. അങ്ങനെ പണി കഴിപ്പിച്ച അതിൻ്റെ മറുഭാഗം ഉരുണ്ടിരിക്കും. അത് 3 ആളുകളും ഒരുമിച്ച് ചേർന്ന് പരസ്പരം ഒരു സിഗ്നൽ കൊടുത്ത ശേഷം ഈ മനുഷ്യനെ വലിച്ച് ഈ ക്രൂശിലേക്ക് കിടത്തിയിട്ട് പറയും, റോമൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഞങ്ങൾ നിന്നെ ആ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൻ പ്രകാരം ക്രൂശിക്കുന്നു. ജനമെല്ലാം റോമാ കൈസർ ജയിക്കട്ടെ എന്ന് ഉച്ചത്തിൽ പറയും വേളയിൽ ഈ ആണി കുത്തി തുളച്ച് കയറ്റി രക്തം മുഴുവൻ വാർന്നു പോകണം. കൈകാലുകളിലെ രക്തം ഏകദേശമൊക്കെ വാർന്നുപോയി. പരവേശം കൊണ്ട് മനുഷ്യൻ പിടയുമ്പോൾ രക്തം പൂർണ്ണമായും ഏകദേശം വാർന്നു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ 3 പേരും ഒരുപോലെ ഈ ആണി തിരിക്കും ഒരു ലോക്ക് വീഴും. കാരണം എന്താണെന്നറിയണ്ടേ? ഞരമ്പുകൾ സ്തംഭിച്ചു. അങ്ങനെയാണ് ഇത് തിരിക്കുന്നത്. രക്തഓട്ടം നിലച്ചു.
രക്തയോട്ടം പൂർണ്ണമായി നിലയ്ക്കുന്നതോടുകൂടി അവശേഷിച്ച രക്തം, കുറേ രക്തം പോയി, ഇനി ശരീരത്തിൽ രക്തമുണ്ടെങ്കിൽ അത് സംക്രമണം ചെയ്യാൻ സൗകര്യമില്ല. കാരണം ഈ ഞരമ്പുകൾ സ്ട്രക്കായി കഴിഞ്ഞു, ഓക്സിജൻ കിട്ടൂല. ശരീരത്തിൽ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ശേഖരിക്കപ്പെടും. ഈ ശേഖരിക്കപ്പെട്ട കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള വസ്തുക്കൾ പുറത്തു പോകാൻ ആ വിലാപ്പുറം കുത്തി തുളയ്ക്കുന്നേ, കാലൊടിച്ചു വിടുന്നത്. ഇത്രയും ചെയ്ത ശേഷം മാത്രം ഈ കൈകൊണ്ട് ചുറ്റികയെടുത്ത് ഇരുമ്പാണി അടിച്ച് തടിയിലേക്ക് ഇറക്കും. ക്രൂശ് അവിടെ സ്ഥാപിച്ചു വെക്കും. ഈ രണ്ട് മരത്തടികൾ തമ്മിൽ കയ്യിൽ കെട്ടിയ കയറഴിച്ചാണ് കെട്ടി റെഡിയാക്കി വെക്കുന്നത്. എന്നിട്ട് ക്രൂശിനെ അവിടെ വെക്കും. അതും വഴിയോരത്താണ് ക്രൂശിക്കുന്നത്. ഇതിനു മുമ്പും ചില നടപടിക്രമങ്ങളുണ്ട്. ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെടുന്നവന് ചാട്ടവാറടിയുണ്ട്. ആ ചാട്ടവാറടിക്കും ചില തത്വങ്ങളുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ വിക്ടിം അദ്ദേഹത്തെ മലർത്തിക്കിടത്തി ആദ്യത്തെ 10 അടി, 2 ആളുകൾ 5 വീതമടി ഇങ്ങനെ നിവരെ കൊടുക്കണം. ഒരാൾ 1 അടിക്കും, അടുത്ത ആൾ 2 അടിക്കും. ഇവരുടെ ഡ്യൂട്ടി തീർന്നു, വിശ്രമം. ഇയാളിനെ കമഴ്ത്തിക്കിടത്തേണം. വേറെ 2 പേർ വരും. അവർ ഇതുപോലെ പുറത്തടിക്കണം. അടുത്ത 10 അടി, 5 വീതം. ഇനി ആളിനെ വീണ്ടും മലർത്തിക്കിടത്തി മുമ്പടിച്ച രീതിയിൽ നിന്ന് വിഭിന്നമായി തിരിച്ച് ഈ ക്രൂശ് പോലെ ഇങ്ങോട്ടടിക്കണം. അവിടുന്ന് ഇങ്ങോട്ടും പുറത്തും ഇങ്ങനെ. ശരീരത്തിന്ന് ഈ ത്വക്ക് റിബൺ ചുരുട്ടി മാറ്റും പോലെ ഈ ത്വക്കുകൾ പലതും ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് അതിങ്ങനെ പുറത്തേക്ക് വരാൻ പാകത്തിന് നിൽക്കും. ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞത്, അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി. പുറം ഉഴവുചാൽ പോലെ കീറി എന്ന് പ്രവാചകൻ പറയുമ്പോൾ മറ്റൊരാൾ പറയുക, അവൻ്റെ അടിപ്പിണരുണ്ടല്ലോ, ആ അടികൊണ്ട പാടുകളില്ലേ, അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഉലകമേ, ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ക്രിസ്തുവറ്റ അടിയുടെ പങ്കപ്പാടുകൾ മനുഷ്യരാശിയുടെ മുഴുവൻ പാവത്തിന്റെ വിമോചനത്തിന്റെ ദിവ്യൌഷധമാക്കിക്കൊണ്ട് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനായവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് കണ്ട് വേദനയുടെ ആഴങ്ങളിൽ പിതാവിനാൽ കൈവിടപ്പെട്ട ദിവ്യ ജ്യോതിസിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്. 2000 ആണ്ടായി മനുഷ്യരാശിയെ ഇതേ തരത്തിൽ വിടുതലിന്റെ വിമോചനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന നസ്രയനായ യേശുവിൻ പുണ്യാക രക്തത്താൽ ജയം പ്രാപിച്ച ദൈവമക്കൾക്കായി ദൈവത്തിന് മഹത്വം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി ഇത്ര കിരാതവും ഭീകരവുമായ മരണം പെട്ടെന്നൊന്നും പക്ഷേ മരണം കിട്ടൂല. പെട്ടെന്ന് മരണം കിട്ടത്തില്ലെന്ന് ക്രൂശിൽ അടുത്തറച്ചാലും. മരണം കിട്ടാതെ 7 ദിവസം വരെ ക്രൂശിൽ കിടന്നവൻ്റെ ചരിത്രം യേശുവിൻ്റെ അല്ലട്ടോ. 7 ദിവസം വരെ മരിക്കാതെ ക്രൂശിൽ അർത്ഥബോധാവസ്ഥയിൽ കിടന്നവൻ്റെ ചരിത്രം റോമൻ ചരിത്രകാരനായ സ്ട്രാബോ എഴുതുന്നു. നമ്മളെ തൊട്ടടുത്താണല്ലോ നമ്മുടെ ബഹുമാനനായ മുൻ ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ് KT തോമസ് സാറിൻ്റെ വീട്. ഞാൻ 1 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഈ ക്രൂശിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതും DC-യിൽ കിട്ടും. വളരെ വിജ്ഞാനപ്രദങ്ങളായ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അതിലൊരു വസ്തുതയാണ്, ഈ ക്രൂശിലൊപ്പം കിടന്ന 2 പേര് കള്ളന്മാരല്ല. അവർ കള്ളന്മാരല്ല. കള്ളനെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. കള്ളനെ ഇന്ന് ക്രൂശിക്കുന്നില്ല, പിന്നെ അന്ന് ക്രൂശിക്കുമോ? അപ്പോൾ അതാ സ്ഥിതി. അതുകൊണ്ട് ഈ കള്ളന്മാരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടാണ് വരുന്നത്, ജയിച്ചെന്ന് അല്ലേ? ആ ഇതിങ്ങനെയൊക്കെ വെച്ച് എനിക്കറിയാം. നിങ്ങൾ അറിയുന്ന പോലെ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. കേസ് വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലെ യോഗം. അപ്പം ഞാനിവിടെ ഒരു യോഗത്തിന് വരാതെ കേസുണ്ടെന്ന് പറഞ്ഞാൽ പാസ്റ്റർ വിശ്വസിക്കുകയില്ല. വേറെ എവിടെയോ പോയി എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ മീറ്റിങ്ങിൻ്റെ തിരക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എല്ലാം വന്നേ പറ്റൂ, ഇവിടെ ആകെപ്പാടെ വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, സർക്കാരിൻ്റെ വണ്ടിയില്ലേ, എന്നെ ആദ്യം വന്നാൽ കൊണ്ടുപോകും, നമ്മുടെ കൂടെ ടാക്സ് അല്ലേ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, കാര്യം ഇതൊക്കെ പറഞ്ഞാലും ഈ ധീരന്മാരെല്ലാവരും തന്നെ കോടതിക്കകത്ത് കയറി ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒറ്റ വീഴ്ച അവിടെ ബോധം കെട്ടും. ഒരു ബോധക്കേടുമല്ല. എന്തിന് നമ്മുടെ സാക്ഷാൽ പുരട്ചി തലൈവി പോലും ബോധം കെട്ട് വീണു, പിന്നെ അവർ എണീറ്റിട്ടുമില്ല, ബോധം കെട്ട് വീണു. ഒരു ചെറിയ കോടതി ചോദിച്ചുള്ളൂ, ചെറിയൊരു കോടതി, ഒരു CJM കോടതി വിചാരണയ്ക്ക് എന്നാൽ പോലും തല കറങ്ങി താഴെ വീഴുക. അവനും അറിയാം, ഈ വീഴുന്നവനും അറിയാം, ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം, പോലീസിനും അറിയാം, ഡോക്ടർക്കും അറിയാം ഇത് കള്ളമാണ്. ഞാനൊന്നുകൂടെ പറഞ്ഞു, ഞാൻ അങ്ങനെ വീഴാനും ഉദ്ദേശിച്ചിട്ടില്ല, കൊണ്ടുപോ ജയിലിലിട്ടൊക്കെ. ഈ ജയിലിടാൻ പറഞ്ഞത് വേറൊന്നും ഓർത്തല്ല, ജയിലിനോടുള്ള എൻ്റെ ഏതാണ്ട് തീവ്രമായ ധൈര്യം കൊണ്ടൊന്നുമല്ല. ഞാൻ അടുത്ത കാലത്ത് ഈ ജയിലിനെപ്പറ്റി പ്രസംഗത്തോടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി പഠിച്ചപ്പോൾ നമുക്ക് ഒരു സന്തോഷ വാർത്ത അവിടെ നിന്ന് കിട്ടുന്നു. നല്ല ഒന്നാന്തരം ഫുഡ്, ചിക്കൻ, മട്ടൺ. എനിക്ക് അന്നുപോലെ തീരുമാനിച്ചാൽ എൻ്റെ ഈ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കണം. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഈ ഇറങ്ങുന്നവരെല്ലാം മുഖകാന്തി ഉണ്ടോ അതുകൊണ്ട് ഇങ്ങനെ അല്ലേ? നിങ്ങളെല്ലാം നോക്ക്, പുതിയ പുതിയ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങിയാൻ വരുന്നത് എങ്ങനെയാ? ഇതിങ്ങനെ. ഇതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ ക്രൂശിലേക്ക് വിടുന്നതിന് മുമ്പ് ചില നടപടിക്രമമുണ്ട്. നമ്മുടെ കർത്താവിൽ തന്നെ കേന്ദ്രീകരിച്ചത് പറയാം, അത് നല്ലത്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഈ ക്രൂശുമരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ട ഭക്തിജന്യമായ ചില ചിന്തകളുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ ചേർത്താ ഞാൻ പറയുക. ആ സവിശേഷത മാത്രമേ ഉള്ളൂ ഇതിന്. നമ്മൾ കർത്തൃമേശയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാ. ഒന്നുകൂടി പറയാം. കർത്താവ് കാനാവിലെ കല്യാണവേളയിൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ സമയം ഇതിന് വന്നിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞവൻ 1050 പരം ദിവസം കഴിഞ്ഞു. ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പറയുക, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ശുശ്രൂഷയുടെ ആരംഭത്തിൽ, അത്ഭുതങ്ങളുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് പറഞ്ഞു, നാഴിക വന്നിട്ടില്ല. ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പ് പറയുക, നാഴിക വന്നു. ദൈവപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടാൻ നാഴിക വന്നു. ആ നാഴികയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് പെസഹാവിരുന്നുമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സംതൃപ്തരായി നിൽക്കുന്ന ശിഷ്യഗണങ്ങളും കർത്താവും ഒത്തൊരുമിച്ച് വരിക. യൂദയില്ല, ബാക്കി 11 പേര്. ആ 11 പേരുമായി യേശു വന്നു. ഗത്സമനയുടെ തൊട്ടുപുറത്ത് 7-8 പേരെ നിർത്തി. ഒരു 3 പേരെയും കൊണ്ടകത്ത് വന്നു. അവിടുന്ന് ഒരല്പം കൂടെ ദൂരെ മാറി യേശു ഇരുന്നു. ഞാൻ ഇവിടെയാണ് പറഞ്ഞത്, നാഴിക വരാൻ കാത്തിരിക്കുന്നവൻ ഇപ്പോഴൊറ്റയ്ക്ക. 8 പേരില്ലേ, അവർ പുറത്താ. വേറൊരുവനില്ലേ, ഒറ്റിക്കൊടുത്തവൻ, അവൻ ഏറ്റവും പുറത്താ, ശത്രുപക്ഷത്തെത്തി. ഒപ്പം നിൽക്കുമെന്ന് കരുതിയ പത്രോസ്, കൂടെ നടന്ന യോഹന്നാൻ, സഹോദരനായ യാക്കോബ്, ഇവരൽപ്പം കൂടെ അകലെ. നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ ആദ്യമായി അവർ ആ രൂപത്തിൽ കണ്ടു. കടലിളകി വന്നാലും പരിഭ്രമിക്കാത്തവൻ, ഹെരോദാവിനെ മുഖത്ത് നോക്കി ആ കുറുക്കനെന്ന് വിളിക്കാൻ ധൈര്യം കാട്ടിയവൻ, പരീശ സദൂക്യ പക്ഷത്തെ വാക്കുകൾ കൊണ്ട്, അസ്ത്രമുന കൊണ്ട്, വാക്കിൻ്റെ അസ്ത്രമുന കൊണ്ട് നേരിട്ടവൻ, കാറ്റിനെ കടലിനെ ശാന്തമാക്കിയവൻ, ഇതാ പ്രാർത്ഥന മുറിക്കുള്ളിൽ വിങ്ങിപ്പൊട്ടി കരയുന്ന രംഗം കണ്ടിട്ട് ശിഷ്യന്മാർ അമ്പരന്നു. എന്തുപറ്റി ഗുരുവിന്? ആ പതർച്ച, ആ സങ്കടം അവരിലും ഒരു നിരാശയായി ഇങ്ങനെ ആളിപ്പടർന്ന് നിൽക്കവേ, ഞങ്ങൾ 2000 വർഷം കഴിഞ്ഞിട്ടും ചിലർ ആ വിമർശനം തുടരുന്നു. അവിടുന്ന് ദൈവമെങ്കിൽ എന്തിന് കരയണം, എങ്കിലും ഇഷ്ടപ്പെടണം, എന്തിന് വിങ്ങിപ്പൊട്ടണം? ദൈവത്തിന് കരച്ചിൽ വരുമോ? ദൈവമെങ്കിൽ വിങ്ങിപ്പൊട്ടുമോ? പറയാം, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ദൈവം
ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ആളത്വങ്ങളിൽ വിരാജിക്കുമ്പോഴും അവിടുത്തെ ദൈവത്വം ഒന്ന്. ആ ദൈവം സ്ഥലം, കാലം, സമയം, പദാർത്ഥം ഇവയ്ക്കൊന്നിനും വിധേയനാകുന്നവനല്ല. സ്ഥലകാല സീമകളുടെ വ്യതിയാനമുള്ളവനല്ല. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി. ഇതാണ് ദൈവത്തിൻ്റെ സവിശേഷതയെങ്കിൽ ക്രിസ്തു ആ മഹിമകൾ ഉരിഞ്ഞു വച്ചിട്ട് ഒരു മനുഷ്യനായി തീർന്നു. ഏത് മഹിമകൾ? മഹിമയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന ഈ ചുറ്റുമുള്ള പ്രകാശം കളഞ്ഞു വന്നതാണ്. അല്ല, ഇതൊക്കെ മാറ്റി, ഇതെല്ലാം അങ്ങ് മാറ്റി. അതുകൊണ്ടാണ് അത്ഭുതം ചെയ്യുമ്പോഴെല്ലാം ഒന്ന് പ്രാർത്ഥിക്കുന്ന. എന്തിനാ? കണക്ഷൻ കിട്ടാനാ. സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിനാ. ഞാൻ ഉരിഞ്ഞു വച്ച, ഞാൻ തിരസ്കരിച്ച ആ മഹത്വമില്ലേ, ആ മഹത്വം ഞാനിതാ നിന്റെ നാമ മഹത്വത്തിനായി ഒന്നുകൂടി പ്രയോജനപ്പെടുത്തുന്നു. അതിനാ രോഗിയെ കാണുമ്പോൾ പറയുന്നത്, രോഗം ബാധിച്ചവനെ കണ്ടിട്ടേ ഈ രോഗം ഒരു പരാജയത്തിനോ ഒന്നുമല്ല, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന്. ദൈവത്തിൻ്റെ സർവശക്തിയുടെ വിന്യാസം ഇവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇതാ സമയമെടുത്തു. അതാ യേശു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമെങ്കിൽ ദൈവത്തിൻ്റെ സർവശക്തിത്വത്തെ, സർവവ്യാപിത്വത്തെ, സർവജ്ഞാനിത്വത്തെ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത അദൃശ്യഭാവത്തെ മുഴുവൻ മാറ്റിയിട്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രിസ്തുയേശുവിലെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ മനുഷ്യവേഷമെടുത്ത് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു മനുഷ്യൻ സഹിക്കേണ്ട ജീവിത പരാധീനതകളുടെ അങ്ങേയറ്റത്തേക്കെത്തി. അതിൻ്റെ ക്ലൈമാക്സിലെത്തിയപ്പോൾ അവന് അവിടത്തേക്ക് ബോധ്യപ്പെട്ടു, സമയമായി. എന്ത് സമയം? പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് നീ എനിക്ക് തന്ന മഹത്വത്തിലേക്ക് ഞാനിതാ തിരികെ ചേർക്കപ്പെടാൻ പോകുന്നു. ക്രൂശ് കഴിഞ്ഞടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്യുമ്പോഴേക്കും ആ മഹത്വം നീ എനിക്ക് തിരിച്ചു തരാൻ സമയമെടുത്തിരിക്കുന്നു. അതിനു മുമ്പേ നീ എന്നെ ഏൽപ്പിച്ച മഹാദൗത്യം നിർവഹിക്കാൻ ഞാനിതാ സന്നദ്ധനായി. സ്വർഗസ്ഥ പിതാവേ, നീ എനിക്ക് തന്നതൊന്നും നാശമായിട്ടില്ല. ആ നാശയോഗ്യൻ പോയതൊടിച്ചാൽ ബാക്കി മുഴുവൻ ഇതാ നിന്റെ പക്കൽ വിശ്വസ്തരായി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി തീരേണ്ടതിന് ഇതാണ് യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ. എന്നാലേ മനുഷ്യത്വത്തിൻ്റെ തീവ്രതയിൽ അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴുള്ള അനുഭവത്തിൻ്റെ പേരാണ് മരണം. ശരിയല്ലേ? മരണം. മരണം ഭീകര, മരണം മാരകമാ, മരണം വിപത്തേറിയതാ. അത് ഞാൻ ഒരനുഭവത്തിൽ നിന്ന് പറയാം. ഒരമ്മച്ചി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദേവദാസനെ, എനിക്കിനി ദീർഘായുസൊന്നും വേണ്ട, എനിക്കെങ്ങനെ എൻ്റെ കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ മതി, വലിയ സന്തോഷം തോന്നും. ഇനി ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവാ. എങ്ങനെ വേണം മരിക്കേണ്ടത്? ടിപ്പറിടിച്ചാണോ, ക്യാൻസർ വന്നാണോ, അറ്റാക്ക് വന്നാണോ ഒന്ന് പറ. ഇങ്ങനൊരു കാരണമുണ്ടല്ലോ. കാരണം ഡോക്ടർക്ക് പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ നാച്ചുറൽ ഡെത്ത് എന്ന് എഴുതിയാൽ സമ്മതിക്കുകയല്ല. പഞ്ചായത്തിൽ ചെന്ന് എഴുതി നോക്ക്. അപ്പോഴൊരു എന്തെങ്കിലും ഒരു അസുഖം അപ്പച്ചനുണ്ടായിരുന്നു, അതങ്ങ് എഴുതാൻ പറയും. കാരണം ഒരു റീസൺ ഇല്ലാതെ മരിക്കില്ലെന്ന്. എങ്ങനെയാ? ഞാൻ ഓരോ മരണവും വിസ്തരിച്ചു അമ്മച്ചി പറയാ, അയ്യോ വേണ്ടെന്ന്. അന്ന് അമ്മച്ചിക്ക് എൻ്റെ ഗൗരവം പിടികിട്ടിയേ. ഇത് തീഷ്ണമാ, തീവ്രമാ, ഭീകരമാ. അതുകൊണ്ടാണ് മരണത്തിനൊരു പേര് കിട്ടി, ഒടുക്കത്തെ ശത്രു. ഒടുക്കത്തെ ശത്രു അവനിങ്ങനെ നിൽക്കുക അപ്പുറത്ത്. മനുഷ്യത്വത്തിൻ്റെ തീവ്രതയിൽ മരണത്തിൻ്റെ ആ കരാളഹസ്തങ്ങൾ ക്രിസ്തുവിന് വരെ നീണ്ടപ്പോൾ ആ കൂടെ അനുഭവിച്ച ഒറ്റപ്പെടൽ, അവഗണന, ആരവാരം കൂടെയില്ല, ജനാവലി ഒപ്പമില്ല. ഒപ്പം നിൽക്കുന്നവരെ ഈ ഗസ്സമനയ്ക്ക് പുറത്ത് ഇവിടെ കണ്ണീരൊഴുക്കിയിട്ട് പറയാ, ഇതൊരു പാനപാത്ര. അസഹനീയമായ, തീഷ്ണമായ, നൊമ്പരപ്പെടുന്ന വേദനയുടെ ആഴങ്ങൾ അനുഭവിച്ച ദൈവപുത്രൻ അലറിക്കരഞ്ഞിട്ട് പറയാ, ഈ തീവ്രതയിൽ ഇതൊന്ന് കൈക്കൊള്ളുവോ? എങ്കിലും അങ്ങയുടെ ഇഷ്ടം. ആ
കണ്ണു തുറക്കുകയും കാണുന്നത് ഈ ഗത്സമന മുഴുവൻ പട്ടാളം വളഞ്ഞിരിക്കുന്നു. സകല പഴുതുമടച്ച് സകല സുരക്ഷിതത്വ വഴികളും അടച്ച് വളഞ്ഞിരിക്കുന്ന പട്ടാളപ്പട പന്തം ചലിപ്പിച്ച് കുന്തം കയ്യിലെന്തി ആയുധം രാഗിമെനിക്ക് ധാരാളം ആളുകൾ അർദ്ധരാത്രിയിൽ ഒരുവനെ അറസ്റ്റ് ചെയ്യാൻ പോകുക. അതിന് വേണ്ട സന്നാഹങ്ങൾ പരാതി കൊടുത്ത ആളുകൾ ഒക്കെ ചേർന്ന് ഇവിടെ വളഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ടേ മുമ്പേ പറഞ്ഞ പോലെ തല ഇറങ്ങി വീഴുക ചെയ്യണ്ടേ. അയ്യോ എന്നൊരു വീഴ്ച, മുഖത്ത് വെള്ളം തളിക്കുന്നു, എടുത്തുകൊണ്ട് പോന്നു. ഇതാ ചെയ്യണ്ടേ. അല്ലൽ ഈ സ്ഥലത്തിന് പ്രത്യേകമുണ്ട്. ഇതിൻ്റെ മുകൾ പരപ്പിലാണ് ഒലിവുമല. 20 മിനിറ്റ് അങ്ങോട്ട് കയറിയ ഒലിവുമല. അത്ര അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രിയപ്പെട്ട വീടുണ്ട് ലാസറിൻ്റെ. ആ സ്ഥലത്തിൻ്റെ പേര് ബേത് ഭാഗ, അതല്ലെങ്കിൽ നമ്മളറിയുന്ന ബഥാന്യ. അവിടെ ചെന്നാൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. അങ്ങനെ നീ ഒളിച്ചിരുന്നെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് അഭിമാനത്തോടെ നിന്നെ പ്രസംഗിക്കാൻ പറ്റുമോ? ദുർബലനായൊരു പട്ടാളക്കാരൻ്റെ വിരട്ടൽ കാണുമ്പോൾ ഒളിച്ചിരിക്കും ഇവനെന്ന് ലോകമേ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? റോമൻ ഭരണകൂടത്തിൻ്റെ അധിപൻ ആജ്ഞയിട്ടപ്പോൾ ഒളിച്ചോടി എവിടെങ്കിലും പതുങ്ങിയിരിക്കത്തക്ക ദുർബലനാകുമെന്ന് നിങ്ങൾ കരുതിയോ? ഗത്സമനയിൽ നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവനെ വിമർശിക്കുമ്പോഴും ഒരു ജനാവലിയെ കണ്ടിട്ടേ പിന്തിരിഞ്ഞോടാതെ ആ പടക്കുട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവൻ്റെ അഭിമാനപുരസരമായ ആ നടത്തം കണ്ടില്ലേ? അത് കണ്ടിട്ടാ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഇവനത്രേ അനുഗമിക്കാൻ കൊള്ളാവുന്ന നേതാവ്, ഇവനത്രേ പിന്തുടരാൻ കൊള്ളാവുന്ന രാജാവ്, ഇവനത്രേ ആശ്രയിക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വം. ഈ രാത്രി ഞങ്ങൾ അവരെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുക, സകല ഭൂസീമാവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പീ, അവിടുന്നല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പുറത്തേക്ക് വന്നിട്ട് ആത്മസംയമനത്തോടൊരു ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? ധൈര്യം വിട്ടു ആർക്കെങ്കിലും? ഉത്തരം നസ്രായനായ യേശുവിനെ. എന്താ വിശേഷിച്ചെന്നൊന്നുമല്ല പറയുന്നേ, അത് ഞാനാ. ഈ ചങ്കുറപ്പിൻ്റെ പേരാ ക്രിസ്തു, ഈ ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു. കർത്താവ് ഗത്സമനെ പ്രാർത്ഥിച്ചപ്പോൾ ആക്ഷേപിക്കുന്ന ബഹുജനങ്ങളെ പട്ടാളത്തിൻ്റെ പടപ്പുറപ്പാട് കണ്ടിട്ട് പിന്തിരിഞ്ഞോടാത്ത ഈ അജയ്യനെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പറയാം, ഇതുപോലൊരു ധൈര്യശാലി ഉലകത്തിലില്ല. ഇത് കണ്ട് പിന്തിരിഞ്ഞോടാത്തവൻ്റെ ധൈര്യത്തിൻ്റെ ഒരളവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വ്യാപരിക്കുക. വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി രോഗസൗഖ്യമായി, ദൈവിക ചൈതന്യമായി, ദൈവിക കരുതലായി അതൊന്ന് വ്യാപരിച്ചാൽ ഈ 2025 തീരും മുമ്പ് ആ ചൈതന്യം ഒന്ന് ഏറ്റെടുത്തട്ടെ. നാളെ രാത്രി ഒത്തുകൂടാൻ നമുക്കൊരവസരം തമ്പുരാൻ ഭൂപ്പരപ്പിൽ ഒരുക്കുമെങ്കിൽ ഇരട്ടി ബലം വ്യാപരിക്കട്ടെ. ഈ സൈന്യത്തെ കണ്ട് പിന്തിരിഞ്ഞോടാത്ത ഈ ശൈലി എവിടുന്ന കിട്ടിയെന്നറിയണ്ടേ? അതിനൊരു പൈതൃകമുണ്ട്. മുത്തച്ഛനായ ദാവീദ് രാജാവേ ജഡപ്രകാരം ഒരു ദിവസം നമ്മളോട് പറയുക, കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കേത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയുന്നു. ഒരു രാജാവേ കരയുന്നു. കരയുന്ന രാജാവിന് എന്താ ഡിമാൻഡ് അല്ലേ? കരയുന്ന രാജാവിനല്ല. നമ്മൾ ഈ പുരുഷന്മാർക്ക് പൊതുവിൽ കരയാൻ വലിയ പാടാണ് അല്ലേ? കരയാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഈ കർത്തൃമേശ വരുമ്പോൾ ഞങ്ങൾ ഈ കരയുന്ന പോലെ ഒരു ടോണാണ്. നമ്മളൊരു തോവിനെ അടിച്ചു പങ്കപ്പോ, അതൊരു വൈബ്രേഷനൊക്കെ ഇട്ട് പറയുന്ന. ഞാൻ ആ ഭാഗം വരുമ്പോൾ മിക്കവരും ആൾക്കാർ നോക്കാറുണ്ട് ആത്മാർത്ഥമായിട്ടാണോ. കാരണം ആ ടോണ് കറക്റ്റ് ആണെങ്കിലും ഏതാണ്ടൊരു കൃത്രിമം പോലെ ഇവിടെ തോന്നും. ഇവിടെ പോലെ അതിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. മുമ്പ് പറഞ്ഞ പോലെയുള്ള പരിപാടിയാണ്. ഞാൻ എൻ്റെ സീരിയസ് ഭാഗത്തേക്ക് വരാം. അമ്മ മരിച്ചാലും കരയാൻ പറ്റൂല അല്ലേ? അത് ഇച്ചിരി പാടാ. അപ്പം പിടി വിട്ടുപോകും ചിലപ്പോൾ. പുരുഷൻ കരയാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിചാരം ഇയാൾ എന്തൊരു ക്രൂരനാണെന്നല്ലേ? ആ ഒരു തുള്ളി കണ്ണീര് തടഞ്ഞു വെക്കാൻ അയാളെടുക്കുന്നൊരു ശ്രമമുണ്ട്. പ്രകൃതി കൊടുത്തൊരു കഴിവാണ്. അങ്ങനെ അപ്പോഴേ ദാവീദ് നേരെ തിരിച്ചു പറയാം, ഞാനങ്ങ് കരയുമെന്ന്. ഭാര്യ പലപ്പോഴും പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും കരയരുത്, മീകൾ പിണങ്ങിപ്പോയി. മീകൾ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ കാരണം എന്താ? ആരാധിക്കുന്ന ഇഷ്ടമല്ല. അച്ഛൻ രാജാവാന്ന് പോലും നോക്കില്ല, ചുമ്മാ അതങ്ങ് ചാടുക. എന്തൊരു പണിയാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡൊക്കെ ഇല്ലല്ലേ? അങ്ങനെ
ഇതൊക്കെ കൊണ്ട് പറ്റിയ. പക്ഷേ കളിയെടുത്ത രാവി ആരാന്നറിയോ? ഈ പുള്ളി പിന്നെ പറയാം, കാലത്ത് ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഞാനിങ്ങനെ കരയും, പക്ഷേ ഒരു സൈന്യം എൻ്റെ നേരെ വാളയും ഇറങ്ങിയാൽ അതിലുണ്ട് നമ്മുടെ ദൂത്. ബാക്കി മനുഷ്യൻ്റെ കാര്യം അറിയോ? കാലത്ത് ഉച്ചയ്ക്കും മധ്യാഹ്നത്തിലൊക്കെ ഇങ്ങനെ വീരവാദം മുഴക്കും. ചിലരുടെ ഈ നാട്ടിലൊക്കെ പോയി ആവശ്യത്തിന് തല്ലി മേടിച്ച് കെട്ടിട്ട് പറയും, അഭ്യാസിയാണ് മിക്കറിയും മേടിക്കുന്നത്, ഭയങ്കര അഭ്യാസിയാണ്. ഈ 3 തരം ആളുകളെ സഹിക്കാൻ വലിയ പാടാണ്. ഞാൻ ഡോക്ടർ ക്ഷമിക്കണേ, ഈ പിള്ളേർ പോലെ അച്ഛൻ ഭയങ്കര തള്ളാന്ന് പറയും, ഭയങ്കര തള്ള, സഹിക്കാൻ പാടാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തരം മനുഷ്യരെ ഉണ്ടെന്ന് ഈ മിലിറ്ററിയിൽ നിന്ന് വന്ന ആൾക്കാർ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അച്ഛനുണ്ട്, പുള്ളി പറയായിരുന്നു, ഞാൻ ഈ പാകിസ്ഥാൻ്റെ ബോർഡറിൽ മൈനസ് ഏതാണ്ട് 1 ഡിഗ്രിയിൽ ഇതും പിടിച്ച് നിൽക്കുക, നിങ്ങൾക്കൊന്നും എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അത് ശരിയാ, നമ്മളിങ്ങനെ കേട്ട് നിൽക്കുക, ചെറുപ്പത്തിൽ ആരാധനയോടെ നിൽക്കുക. ഞാനുണ്ട്, അങ്ങ് ആന്ധ്രയിൽ നിന്നൊരു വെട്രിവേലുണ്ട്, ഇങ്ങനെ കുറേ പേരും പറയും. ഒരു ബൽവീർ സിംഗ്, ഒരു വെട്രിവേൽ, അവരുടെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. പാകിസ്ഥാൻ മിസൈലുകൾ തുരുതുര അയക്കുമ്പോൾ ഞാൻ പല്ല് തെച്ചുകൊണ്ട് നിൽക്കുക, ഇവന്മാരെ രക്ഷിക്കണ്ടേ. ഞാൻ ഓരോ കൈക്കും ഇങ്ങനെ വെട്ടുക, തടഞ്ഞ് മിസൈൽ അങ്ങോട്ട് ഇടുക. വെട്രിവേൽ എന്നോട് ചോദിച്ചു, ഇതെല്ലാം എന്ത്? ഞാൻ പറഞ്ഞു, അവിടെ വെച്ചേക്ക്, നമുക്ക് പിന്നെ കാപ്പി തിളപ്പിച്ച് കുടിക്കാമെന്നു. ചെറിയ പ്രായമല്ലേ, കേൾക്കാതിരിക്കാൻ നോക്കുമോ അല്ലേ? ഞാൻ അവരെ വിട്ട് പോട്ടെ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ, അത് നിർത്താൻ നമ്മളിവിടെ വന്ന്. 2ാമത്തെ ടീമുകൾ ഈ അഭ്യാസികളാണ്. ഞാൻ മുൻകാലം അങ്ങോട്ട് നീക്കി വെച്ചു, പിൻകാലുമുണ്ട്, ഇങ്ങനെ കുറേ സാധനമൊക്കെ പറയാം. നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ കണ്ണു തള്ളിയിരിക്കുക, ഭയങ്കരമാണല്ലോ. എന്നോടൊരു അഭ്യാസം പഠിച്ച കക്ഷി ചോദിച്ചാണ്, ഉപദേശിക്കറിയാവോ ഈ തെറുപ്പുവാളിനെ വെട്ടു വന്നാൽ തടയാനറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല. ഓലമടലിന് വിലങ്ങണമെന്ന്. ഞാൻ പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ടു കേട്ടോ, വല്ലവനും എന്നെ എങ്ങാനും വെട്ടാൻ വന്നാൽ നിർത്തടാ, ഞാൻ പോയി ഓലമടൽ വെട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. നീ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3ാമത്തെ ഇനം പറഞ്ഞില്ല, പിണങ്ങരുത്, ഭൂതത്തെ ഇറക്കുന്ന നമ്മുടെ വാസന്മാർ. എന്നാന്നറിയോ, കഴിഞ്ഞ 12 വർഷങ്ങളായി ആ കുടുംബത്തിലെ അച്ചായൻ ഭൂതഗ്രസ്തമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ കെടികെട്ടിയ പല പ്രവാചകന്മാരവിടെ വന്നു. 7ാം ദിവസം ഏഴയും പൂഴിയും ചാരവും കൃമിയുമായ ഈ പാവപ്പെട്ട ഞാനവിടെ ചെന്നു. ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്ക് പറയുന്നതല്ല, അന്യായതല്ല. കാലത്തും മധ്യാഹ്നത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് ഏത് നേരത്തും അന്യായതല്ല, പ്രാർത്ഥന ഇല്ലെന്നു. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, അപ്പുറത്തെ ചെയ്തു. ഒരു സൈന്യം വരുമ്പോഴേക്ക് പറയാം, എന്നെ പിടിക്കരുത് കേട്ടോ, എന്നെ പിടിക്കരുത്, ഇനി മാറിയിരിക്കുക. ഈ ടൗണിൽ പോയി തല്ലുകൊള്ളുന്ന ഗുണ്ടയുടെ പ്രത്യേകത കേൾക്കണോ? അടിയെല്ലാം കൊണ്ടുവച്ച് പറയും, ഞാൻ കൊടുത്തേനെ, എൻ്റെ ഈ നടു അങ്ങ് വെട്ടിപ്പോയി, എൻ്റെ ഈ ഒരു ഞരമ്പ് ഇങ്ങനെ അങ്ങോട്ട് പിണഞ്ഞിട്ടേ ഒരു മസിൽ കയറി വന്നില്ലേ, അതവൻ്റെ ഭാഗ്യം. പുള്ളിക്കാരൻ പറയാം, അച്ഛാ അതൊരു ഭാഗ്യമാ, നിങ്ങളിനി വന്നല്ലോ, എൻ്റെ പഴയ സ്വഭാവത്തിനാണ് ഞാൻ കാണിച്ചത്, എനിക്കറിയാം, നമ്മളിത്രയും പറഞ്ഞാൽ മതി. ഈ എണ്ണം ടൈപ്പുകളുണ്ട്. പക്ഷെ കാലത്തും മധ്യാഹ്നത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് ഏത് നേരത്തും കരയുന്നവൻ പറയാ, ഒരു സൈന്യത്തെ ഇങ്ങോട്ട് ഇറക്കി വിടെ, പാളയം ഇറങ്ങട്ടെ. അടരാടി പൊരുതി ജയിച്ച യഹൂദാഗോത്രത്തിലെ ശക്തനായ ദാവീദ് അന്ന് പ്രാർത്ഥിച്ചിട്ട ശക്തി നമ്മുടെ മധ്യത്തിലും ഇന്ന് രാത്രി വ്യാപരിക്കുന്നെങ്കിൽ, നമ്മിൽ ഇന്ന് വ്യാപരിക്കുന്ന ദൈവകൃപ യഹൂദാഗോത്രത്തിലെ സിംഹമായവൻ ഗത്സമനയിൽ പ്രാർത്ഥിച്ചെടുത്ത ശക്തി കൊണ്ട് പറയുക, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, മരണത്തിന് മരണം വിധിക്കാൻ, മരണത്തിന് നീക്കുപോക്ക് വരുത്താൻ, സകല ജനത്തിനും ഉണ്ടാകേണ്ട ദൈവകൃപയുടെ രക്ഷ ഉദിപ്പിക്കാൻ നിന്റെ സമയമെടുത്തു. അത് ഞാൻ തിരിച്ചറിയുന്നു. അതിന് സജ്ജനാകുന്ന ഒരുങ്ങുന്ന സന്ദർഭമാ നമ്മൾ ഈ ഗത്സമനയിൽ കണ്ടത്. കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, ആരെ തെരയുന്നെന്നാണ്. അത് ഞാനാണെന്ന്. കൈ അങ്ങോട്ട് നീട്ടു പറയുക, ബന്ധിക്ക്. എന്തൊരന്തസ്, എന്തൊരാഭിജാത്യം!
ഇതാണ് നാം പ്രസംഗിക്കുന്ന ക്രിസ്തു, നമ്മൾ ആരാധിക്കുന്ന ദൈവപുത്രൻ. അവൻ ഒളിച്ചോടിപ്പോയില്ല, എങ്ങും നിരാകരിക്കപ്പെട്ടില്ല. സൈന്യം വാളയുമിറങ്ങ മാത്രമല്ല, കഴിഞ്ഞ 2000 ആണ്ടുകൾ ഏറ്റവും അധികം സമൂഹത്തിൽ വേദനിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സഭയാണ്. പക്ഷേ ഇത്രയേറെ പീഡ സഹിച്ചിട്ടും, ഇത്രയേറെ ത്യാഗം സഹിച്ചിട്ടും, സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ അതിജീവിക്കാൻ വരം ലഭിച്ച ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലം ഇനിയും കരുതി വെച്ചിട്ടുണ്ട്. മൂർച്ചയേറിയ ആക്രമണത്തിന്റെ ഇത്തരം ആയുധങ്ങൾ ഒന്നിന്റെയും മുമ്പിലും തലകുനിക്കാതെ നിവരെ നിൽക്കുന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ പടപ്പുറപ്പാട് ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. തകർക്കാൻ കഴിയുന്നവർ അഭിമുഖീകരിക്കട്ടെ, എതിരിടാൻ കഴിയുന്നവർ അഭിമുഖീകരിക്കട്ടെ. ഒരു ശക്തിക്കും വെല്ലുവിളിച്ച് തോൽപ്പിക്കാനാവാത്ത അജയനായ ദൈവപുത്രന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കാരം, ഒരിക്കൽ കൂടി അവൻ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറയാ, ഞങ്ങളിതാ നിന്റെ പിന്നിൽ, ഞങ്ങളിതാ നിന്റെ പിന്നിൽ, ജയവീരനായി ജയാളിയായി നീയാണ് ഞങ്ങളെ നയിക്കുന്നത്. അവന്റെ പിന്നിൽ അണിനിരക്കുന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. അവൻ്റെ നമുക്ക് ആയുധം വേണ്ടാത്ത, അവൻ്റെ മാനുഷികമായി ഒരു ശത്രുവില്ലാത്ത, അവൻ്റെ ഒരു അസഭ്യവാക്കും എവിടെയും നിന്ന് പറയാത്ത. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു 1500 പേര് ജയിലിൽ കിടപ്പുണ്ട്. ഇന്നലെ പറഞ്ഞ വേണ്ട, നമുക്ക് 1500 വിടാം, 150 ചുരുക്കിയേക്കാം. വേണ്ട, 15 പേരെ ചുരുക്കാം. 15 പേരിന്ന് ജയിലിൽ ഏതെങ്കിലും ഞങ്ങളുടെ സഹോദര മതസ്ഥരായ ഇതര സമൂഹത്തിൽപ്പെട്ടവരുടെ പുരോഹിതന്മാരെയോ പ്രിയപ്പെട്ടവരെ ഇട്ടാൽ ഈ നാട് കത്തൂലേ? ഈ തെരുവ് സ്തംഭിക്കൂലേ? എത്ര സ്ഥാപനങ്ങൾ തീയിടപ്പെടും, എത്ര സ്ഥാപനങ്ങൾക്ക് ബോംബെറിയും. ഈ തെരുവിലൂടെ പോകാൻ പറ്റുമോ? പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സ്പിരിറ്റ് വരാത്തേ? എൻ്റെ കാരണം ആ ജയിലറയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നിന്ന് തിരിയാനിടയില്ലാത്ത അഗാധമായ കുഴിയാ പൗലോസിനെ പോലൊരു കിടന്ന്. മരണം വിധി എഴുതിയിട്ടും അത്തരം ജയിലറകളിൽ കിടന്ന് പ്രാപിച്ചെഴുതിയ പുസ്തകം കൊണ്ടാണ് ഞങ്ങളീ നിൽക്കുന്നത്. ആ ജയിലിൽ കിടന്നുകൊണ്ട് സുവിശേഷകരായി ഞങ്ങളെങ്ങനെ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയാൻ ദൈവം തൻ്റെ വൃത്തിനെ അയച്ച സ്ഥലം ആ കുഴിയ. ആ കുഴിക്കകത്ത് കിടന്ന് തൂലി കയ്യിലെടുത്തെഴുതാൻ ശേഷിയും സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പകർത്തി എഴുതാൻ വന്ന ദൈവവൃത്യന്മാർ ഈ കുഴിക്ക് മുകളിൽ നിൽക്കുക. അതിങ്ങനെ പ്ലാൻ ചെയ്തെടുത്തിരിക്കുന്ന ജയിലുകളാണ്. ഗുഹ പ്ലാൻ ചെയ്തിരിക്കുക. ഗുഹ അകത്തോട്ടുണ്ട്, കുഴിക്കും. ഗുഹയുടെ കുറേ ഇങ്ങോട്ട് മാറിയിട്ട് അഴിയിട്ടിരിക്കുക. ഇവിടെ വരും, കേട്ടെഴുതും. ക്ഷമിക്കണം, എല്ലാ ദിവാസന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം, പാട്ടുകാർക്കും ഉപദേശിമാർക്കും പ്രസംഗർക്കും എല്ലാവർക്കും ഒരു കാര്യം. ഞാനൊരു സ്ഥലത്ത് അടുത്ത കാലത്ത് പ്രസംഗിക്കാൻ ചെന്നു. പിരിയാൻ നേരം ആ ദിവാസൻ കുറേ പൈസ വന്നിട്ട് പറഞ്ഞു, തീരെ ഇല്ല, ഡീസൽ അടിച്ചോണം. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ആട്ടെ, യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവർക്ക് എത്ര ആയിരുന്നു കോൾ ഷീറ്റ്, എത്ര കിട്ടുക അറിയോ? ആരും വഴക്കുണ്ടാക്കോ? അവരോടിങ്ങനെ പറയേണ്ടി വരുമോ? ആരും കൊടുക്കാനാ? ഏറ്റവും അധികം ആദരിക്കേണ്ട ഒരാളുണ്ടായിരുന്നു. പൗലോസൊന്നും അല്ല. ഈ പൗലോസ് കിടക്കുന്ന ജയിലിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഉടനെ പറയും, നമുക്ക് ഈ തീത്തോസ് പറഞ്ഞു അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ആജ്ഞ. കാരണം ഇതാ നമ്മുടെ ഹെഡ് ക്വാർട്ടർ അന്ന്, ഈ ജയിലാകും ഹെഡ് ക്വാർട്ടർ അന്ന് നമ്മുടെ. ഇങ്ങോട്ട് വാ. സ്വസ്തനസിനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, തെർത്തോസിനെ ഇങ്ങോട്ട് വരാൻ പറ. ഈ പേര് പലതും നിങ്ങൾ കേട്ടിട്ടില്ല. തെർത്തോസ് കേട്ടിട്ടുള്ളവരുണ്ട്, തിമത്യോസൊക്കെ തീത്തോസും കേട്ടിട്ടുണ്ട്. തെർത്തോസ് എന്നൊരു കക്ഷിയുണ്ട്, സ്വസ്തനസ് എന്നൊരു കക്ഷിയുണ്ട്. ഈ റോമാലേഖനം കേട്ടെഴുതുന്ന കക്ഷിയുടെ പേരാ തെർത്തോസ്. സ്വസ്തനസും ഉണ്ട്. അന്ന് ഇതുപോലൊരു കാര്യം എഴുതാൻ തുകൽ ചുരുളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പട്ടാളം ചോദിക്കും, എവിടെ പോവാ? ഒരാളെ കാണാനാ. ഇതെല്ലാം ചെക്ക് ചെയ്ത് അകത്തോട്ട് വിടുന്നത്. ആ കുഴിയിൽ കിടന്ന് പൗലോസ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച പുസ്തക റോമാലേഖനം, എബേസ ലേഖനം, ഗലാത്യ ലേഖനം, 1-2 തിമോഥെയോസ്, തീത്തോസ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പറയാം, നീ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം, ലവോദിക്കയെന്ന് മേടിച്ച് ഇപ്പുറത്ത് കൊടുക്കണം. അപ്പം നമ്മൾ പറയാം, അച്ഛാ കഴിഞ്ഞ മാസം പോയിൻ്റെ ആ ബാക്കി കിട്ടാൻ കിടക്കുക. അച്ഛൻ എന്താ ഇപ്പം? അച്ഛൻ അവിടെ കിടന്ന് പറഞ്ഞാൽ മതി, അനുഭവിക്കുന്ന എനിക്കേ അറിയത്തുള്ളൂ. പറഞ്ഞോ?
ഇങ്ങനെ പ്രാപിച്ച പുസ്തകത്തിൻ്റെ ധൈര്യമാ സുവിശേഷകരുടെ വിശ്വാസത്താലുള്ള ജീവിതം. ഇതിന് തയ്യാറെടുക്കുന്ന ദൈവമക്കൾ ഒന്ന് സന്നദ്ധനായാൽ സാത്താന്യ ശക്തികൾ നമുക്കിടയിൽ നിന്ന് വിട്ടുപോകുന്നേ. ഇനിയുള്ള കാലം ഇങ്ങനെ പ്രവർത്തിക്കാൻ സന്നദ്ധരായ ചിലരെ ആ കർത്താവ് തിരയുന്നത്. യേശുവിന് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ കെൽപ്പുള്ള, ആ സമർപ്പണമുള്ള ചില പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കട്ടെ. അങ്ങനെയൊന്ന് പാടി നോക്കേ, അങ്ങനെ പ്രസംഗിച്ചു വയ്ക്കേണ്ട ഗുണം പറയാം. വിദ്യാഭ്യാസം ഇല്ലാത്ത മൂടി പ്രസംഗിക്കും. വിദ്യാഭ്യാസമില്ല, അവൻ്റെ മൂടിയുടെ പ്രസംഗത്തിൽ ഗ്രാമറൊന്നുമില്ല, വലിയ കളിയാക്കലായിരുന്നു. മോഡി അതൊന്നും നോക്കില്ല, പ്രസംഗിക്കും. കൂടെ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, സാങ്കി. രസം കേൾക്കണം. സാങ്കി പാടിക്കൊണ്ടിരുന്നാൽ ആളുകൾ പറയും, ഇന്ന് മൂടി പ്രസംഗിക്കല്ലേ, സാങ്കിയുടെ പാട്ടങ്ങ് തുടരട്ടെ. അത്ര ഹൃദയഹാരിയാണ്, അത്ര ഹൃദയത്തെ അങ്ങോട്ട് വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന പാട്ടാണ്. മൂടി പ്രസംഗിച്ചു തുടങ്ങിയാൽ പറയും, ദയവായിട്ടിനി സാങ്കി പാടരുത്, മൂടി അങ്ങ് പ്രസംഗിക്കട്ടെ, നിർത്തരുത്. അവർക്കിടയിൽ ഈഗോ ക്ലാഷ് ഇല്ല, അവർക്കിടയിൽ സമ്പത്തിനെ ചൊല്ലിയുള്ള പ്രശ്നമില്ല. മരണം വരെ ക്രിസ്തുവിന് വേണ്ടി ധീരധീരം നിന്ന അത്തരം ചില അനുഭവ സമ്പത്തുകൾ ചരിത്രത്തിൻ്റെ രേഖയിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നേരായ പാതയിലൂടെ ചില പുതിയ അനുഭവങ്ങളെ പ്രാപിക്കാൻ ദൈവം കാത്തിരിക്കുന്ന, ദൈവം കണ്ടുവച്ചിരിക്കുന്ന ആ വ്യക്തിത്വം നിങ്ങളാണ്, നിങ്ങളിലൂടെയാണ്, എന്നിലൂടെയാണ് ആ ഉണർവിൻ്റെ താപജാലകൾ ഇനി ഇന്ത്യയിൽ വ്യാപരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എത്ര ചെറുപ്പക്കാർ ഇന്ന് തങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കും? സന്നദ്ധരായിക്ക് സ്തോത്രം. അപ്പോഴേ ഭഗവാനരെ, ഇവിടെ ഒരു കാഴ്ച കണ്ടു. ഇങ്ങനെ പ്രാപിച്ച നമുക്ക് ഈ ജയിൽ കണ്ടാലൊന്നും ഭയം വരരുത്. ജയിലിൽ കിടക്കുന്ന ആളുകൾ എന്തോ തോൽവി പിണഞ്ഞവരും, ഇവിടെ സ്വതന്ത്രരായ നമ്മൾ എന്തൊക്കെയോ നേടിയവരും. വേണ്ട, എസ്തേറിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് നമുക്കുള്ള വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. ഞാൻ അതിൻ്റെ മൊത്തം പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നമ്മളെ കാത്തിരിക്കുന്ന ചില ദുരന്തങ്ങൾ അവിടെയുണ്ട്. നമുക്കിന്ന് രാത്രി വിശ്വാസത്താൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിഷ്കളങ്കമായി നിലകൊണ്ട ആയിരക്കണക്കിനായി ദൈവജനത്തോട് പറയാം, യു ആർ നോട്ട് അലോൺ, വി വിത്ത് യു ഓൾവേസ് ഇൻ അവർ പ്രയർ. നിങ്ങൾ, ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ ചിലർ സന്നദ്ധരായാട്ടെ. നാളെ രാത്രിയിലേക്ക് പുതിയ സമർപ്പണം കാത്തുവെക്കണ്ട, ഇന്ന് തന്നെ ഒരുങ്ങണം, ജാഗരിക്കണം. നാളെ രാത്രി നമുക്ക് ഇതിനകത്തൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ പുത്തനൊരു ഊർജ്ജം സംഭരിക്കണം, പുത്തനൊരു കൃപ സംഭരിക്കണം. ആ കൃപയുടെ ആമുഖം, അതിൻ്റെ നാന്ദി ഈ രാത്രി ഇവിടെ തന്നെ രൂപപ്പെടട്ടെ. എനിക്ക് ക്രിസ്തുവിനായി ശോഭിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പൂർവ്വകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി എൻ്റെ വാക്കുകളിൽ തീപിടിക്കണം, എൻ്റെ പ്രസംഗത്തിന് മൂർച്ച വരണം, എൻ്റെ പാട്ടുകളിൽ ജനത്തിന് ആകാംക്ഷ വർദ്ധിക്കണം, എൻ്റെ ചിന്തകൾ കാക്കം വരണം. നാളിതുവരെ കാണാത്ത ഒരു അനുഭവത്തിൻ്റെ വഴിത്താരയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നയിക്കണം. ആരുണ്ടെന്ന് കാത്തിരിക്കാൻ കർത്താവ് അവരെ തൊടുന്നു. ദൈവം അവരെ സന്ദർശിക്കുന്ന രാത്രി. നമ്മൾ അവശേഷിക്കുന്ന കാര്യം നാളെ രാത്രിയിലും ചർച്ച ചെയ്യും. പ്രിയപ്പെട്ടവരെ, പിരിയുമ്പോൾ ഒന്നുറപ്പിക്കണം, ഒന്നുറപ്പിച്ചേ പോകാവൂ. യേശുവിന് വേണം ചില ധീര സമരഭടന്മാരെ. നാളെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറെ കൂടി നേരത്തെയാണ് യോഗത്തിൻ്റെ ക്രമീകരണങ്ങൾ. ആ സമാപനത്തിലും നിങ്ങളെല്ലാവരും കഴിവതും വരണം. കാരണം ദൈവം തിരയുന്ന ചില പ്രിയപ്പെട്ടവരുടെയുണ്ട്. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി, ഈ വർഷത്തെ അവസാനത്തെ ദിവസം ദൈവത്തിന് വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തി വേണം നമുക്ക് 2025 വിട പറയാൻ. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന പരമാവധി സമയം, പരമാവധി ക്രിസ്തുവിന് വേണ്ടി ആരുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി ഒരു ആത്മസമർപ്പണം ചെയ്യാൻ? നമ്മൾ പ്രയോജനപ്പെടാൻ പോവാ. അതിന് കാരണമുണ്ട്. അറിവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പാവം മനുഷ്യൻ. ഞാൻ സാറിൻ്റെ കഥയിൽ യാത്ര ചെയ്ത ഈ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും പറയാറില്ല. അങ്ങനെ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുമില്ല, ചുരുക്കം. പക്ഷെ ചില സ്ഥലങ്ങൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ശരി, ഈ ജയിലുകൾ, പൗലോസിനെ പോലുള്ള ആളുകളൊക്കെ കിടന്നു. പക്ഷേ ഏറെ വിഷമിപ്പിച്ച ഒരു സ്ഥലമാണ് സാക്ഷാൽ വില്യം ഗേരിയുടെ വീട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പുൽപ്പിറ്റിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ ചെന്ന് നിന്ന് പ്രസംഗിക്കാൻ അവസരമുണ്ട്. എനിക്കും കിട്ടിയൊരു ചാൻസ്. ഞാൻ പറഞ്ഞു പ്രസംഗിക്കാം, പക്ഷെ ആ പുൽപ്പിറ്റ് വേണ്ട. അവിടെ നിൽക്കുന്നുമില്ല. അതെന്താ?
അതൊരു കുറ്റബോധമാണ്. നമ്മളിവിടെ നിൽക്കാറായില്ല, അതാ കാര്യം. എൻ്റെ കാരണം അറിയാം, ഞാനവിടെ നിൽക്കുമ്പോൾ റിപ്ലിക്ക അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേഷനാണ്, ഒരു ഹാസ്യ അനുകരണമാണ്. കണ്ണീര് കൊണ്ട് ഈ പുൽപ്പിറ്റ് നനച്ചൊരു മനുഷ്യനെ ജീവിതം പകരം അങ്ങോട്ട് ഹോമിച്ചിട്ട് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ സന്നദ്ധനായി വന്ന് ത്യാഗം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഇടയിൽ മകൻ നല്ല പ്രായത്തിൽ മരിച്ചു. പീറ്റർ മരിച്ച മകൻ്റെ ശവസംസ്കരിക്കാൻ ഈ നാട്ടിലാരും സഹകരിക്കാതെ ആ ശവശരീരം തന്നെ കുഴിയെടുത്ത്, മലേറിയ ബാധിതനായ കേരി തന്നെ കുഴിയെടുത്ത് ഒരു തുണിക്കെട്ടിൽ പൊതിഞ്ഞങ്ങോട്ട് താഴ്ത്തുമ്പോൾ വെള്ളം ചുറ്റി വന്നിട്ടേ ഉറവ നിറഞ്ഞ ആ വെള്ളത്തിൽ ശവശരീരം മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഒരപ്പൻ കല്ലെടുത്ത് വെച്ച് ഈ മണ്ണിട്ട് മൂടേണ്ടി വരിക എന്ന് പറയുന്ന ദുര്യോഗം നിങ്ങൾ ആലോചിക്കുക. വീണ്ടും വൈകിട്ട് ഭക്ഷണം വിളമ്പുമ്പോഴേ മകൻ മരിച്ചു എന്ന ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് ഭാര്യ മനോരോഗിയായിട്ട് ഈ ഫുഡ് വീണ്ടും അവനും വിളമ്പും. ഇതിവിടെ ഇരിക്കുമ്പോൾ ചോദിക്കും, വെർ ഈസ് പീറ്റർ? പീറ്റർ എവിടെ? പീറ്റർ എവിടെ? ഫുഡ് കളയാനൊക്കെ, കാരണം അവർക്ക് വിലപ്പെട്ടതാ ഫുഡ്. പീറ്ററിൻ്റെ ഭക്ഷണം എടുക്കല്. 4-5 കുട്ടികൾ വേറെയുണ്ട്. കേരി ഒരു വിധത്തിൽ അവരെ സഹിച്ചു. ആ തീക്ഷ്ണമായ ജീവിത വേദനയ്ക്കൊടുവിൽ ഇടയ്ക്കിടയ്ക്ക് സമനില തെറ്റുമ്പോൾ ഈ കേരിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിക്കും, എവിടെ പീറ്റർ? എവിടെ പീറ്റർ? വാട്ട് ഹാപ്പൻഡ് ടു ഹിം? ടെൽ മീ. കേരി പ്ലീസ് പറയൂ, എവിടെ എൻ്റെ പീറ്റർ? ഈ ദുരാനുഭവങ്ങൾക്കിടയിൽ ബൈബിള് പരിഭാഷപ്പെടുത്താനിരിക്കുമ്പോൾ എഴുതി വച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി വരുമ്പോൾ കാണുന്നത് എഴുതിയതൊക്കെ തീയിടും. വേറെ ആരുമല്ല, സമനില തെറ്റിയ ഭാര്യ. എത്ര ശ്രമങ്ങൾ അപ്രസക്തമായിട്ടും പട്ടിണിയിൽ, വേദനയിൽ സമനില തെറ്റിയ ഭാര്യയെ മുറിയിലടച്ചിട്ട് മക്കൾക്ക് അന്നം കൊടുക്കാൻ ശേഷിയില്ലാതെ, വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത ആ മനുഷ്യനാണ് 6 മേജർ ഭാഷകളിൽ, ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തു. 6 മേജർ ഭാഷകളിൽ. വിദ്യാസമ്പന്നരെ, നമുക്കൊന്ന് ലജ്ജിക്കാം ഒരുമിച്ച്. കളിയാക്കല്ലേ? അതാ പറഞ്ഞ കേരി ഉപയോഗിച്ച ആ പുൽപ്പിറ്റ് ഉപയോഗിക്കാൻ നമുക്ക് യോഗ്യതയില്ല. മനസ്സിലായി എൻ്റെ അർത്ഥം? 28 ഇന്ത്യൻ ഭാഷകളിൽ പുതിയ നിയമം പരിഭാഷപ്പെടുത്തി. ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ദഹിപ്പിക്കുന്ന വിധവമാരായ പിഞ്ചോമനകളുടെ മരണം കണ്ടിട്ട് സഹിക്കവയ്യാതെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിരന്തരം കത്തയച്ച് 1829 സതി നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കാൻ ഏറ്റവും അധികം പണിപ്പെട്ടു. ഇത്രയും കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി ഇന്ത്യയിൽ പ്രവർത്തിച്ച മനുഷ്യൻ. എൻ്റെ വീട്ടിലേക്ക് ചില നാൾക്കപ്പുറത്ത് ബഹുമാനായ PG വരിശങ്കൾ വന്നു. കുറേ സംസാരിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഊറ്റം കൊള്ളാൻ ഇങ്ങനെ കുറേ മനുഷ്യർ എവിടുന്നൊക്കെയോ വന്നു. എന്തുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനാകുന്നു? വെറും അനിൽ കൊടുത്തോട്ടം. സാധാ മനുഷ്യൻ ഇങ്ങനെ ആകുന്നില്ലെന്നേ. കഴിച്ച ആഹാരം പോരെന്നും, ഇട്ട വസ്ത്രം പോരെന്നും, കിട്ടിയ വണ്ടി പോരെന്നും, കിട്ടിയതൊന്നും പോരാ, സംതൃപ്തിയില്ലാത്ത മനസ്സോട് അധ്വാനിക്കുമ്പോൾ അന്നത്തിന് വകയില്ലാതെ, മക്കളെ പുലർത്താൻ ഗതിയില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിച്ച സഹനഭടന്മാരുടെ നാട്ടിൽ അവർ നേടിത്തന്ന നേട്ടങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി ഇവിടുത്തെ വഴി നടക്കുന്ന ദൈവമക്കളെ, നമ്മെ കാത്തിരിപ്പുണ്ടൊരു ന്യായവിധി. 1-ാം സ്ഥാനീയം കൊടുത്തോട്ടാ. ബാക്കി നിങ്ങൾ ഇവിടെ. നമുക്കൊന്ന് തിരിച്ചു വരണ്ടേ? സമർപ്പണമുണ്ടോ? ഈ ക്രൂശ് ചുമക്കാൻ മനസ്സുണ്ടോ? ആരവാരം കേൾക്കുന്ന ജനന സമയത്തോ, അത്ഭുതം നടക്കുന്ന കാനാവിലെ കല്യാണത്തിനോ, കടലിൻ മീതെ നടക്കുന്ന ആഘോഷങ്ങൾക്കോ കൂടാൻ ആളുണ്ടെന്നേ. ക്രൂശ് ചുമക്കുന്നിടത്ത് ആള് കുറവാ. എനിക്ക് ക്രൂശ് ചുമക്കണം, നിന്റെ കൂടെ നടക്കണം, ആ കാൽപാദം ചുംബിച്ച് നിനക്കൊപ്പം നടക്കണം. ഈ ധൈര്യം ഈ രാത്രി എത്ര പേർക്കുണ്ട്? ഇവിടെ കൂടിയിരിക്കുന്ന പേർക്ക് ദൈവപുത്ര, നിന്റെ ക്രൂശിനെ ചുമക്കണം.
നിന്റെ കൂടെ വരണം. ഞാനതിൽ ഒരാളെ കാണുന്നു, നമ്മുടെ യോഹന്നാനെ. ഗുരു, ഞാനാ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ. യോഹന്നാനാ ഗുരു, ധൈര്യം കൊണ്ടല്ല ഗുരു, ഗുരു പാരമ്പര്യമല്ല, ഏതോ ഒരു ശക്തി നിന്റെ കൂടെ വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഗുരു. നിന്നെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കാരണം അവർ ചാട്ടക്കടിച്ചടിച്ചടിച്ച് കീറി മുറിച്ച ആ വിലാപ്പുറത്തല്ലേ ഗുരു ഞാൻ പലപ്പോഴും തൊട്ടുരുമിയിരുന്നത്. അവർ പറിച്ചെടുത്ത രോമകുപങ്ങളില്ലേ അങ്ങയുടെ മുഖത്തെ, അതോട് മുഖമടച്ചല്ലേ ഞാൻ ഇരുന്നത്. പലരും തള്ളിയിട്ടും നിന്റെ കൂടെ വരാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു യോഹന്നാൻ, മറുതലക്കൽ നിന്നൊരു സാധു പെൺകുട്ടി, പേര് മഗ്ദലീന നമ്മൾ വിളിക്കും. മഗ്ദലീന പറയും, ഗുരു 70 ശിഷ്യന്മാരുടെ കൂടെ ഞാനില്ല, 12 തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ ഇല്ല. പക്ഷെ ഒരിക്കലായി നീ തന്ന ചൈതന്യം എൻ്റെ കൂടെ ഉണ്ട്. ഞാനും വരും ക്രൂശിൻ്റെ ചുവട്ടിൽ. കൃപ ലഭിച്ച മറിയവും പറയും, ഞാനും വരും ക്രൂശിൻ്റെ ചുവട്ടിൽ. 2000 ആണ്ടുകൾക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് നമുക്കും പറയാം, പ്രഭോ ഞങ്ങളും വരാം ക്രൂശിന്റെ ചുവട്ടിൽ. അപ്പം വീതിക്കുമ്പോ കഴിക്കാൻ ചെല്ലുന്ന 5000-കൾക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിനക്കൊപ്പം നിൽക്കുന്നതാ. ഒരേ സ്വരത്തിൽ പറയാ, നിനക്കെന്റെ ഐക്യദാർഢ്യം. നീ ഒറ്റയ്ക്ക് പിടഞ്ഞു മരിക്കുമ്പോൾ അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിൽ ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്കൊപ്പം നാളെ മരണം വരിക്കേണ്ടി വന്നാലും അചഞ്ചലരായി ഈ ക്രൂശിനെ ചുമക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഒരു പുനഃസമർപ്പണം ഈ ക്രൂശോട് ചേർത്ത്. ആർക്ക് മനസ്സുണ്ട് യേശുവിനൊപ്പം നിൽക്കാൻ? ഈ യോഗസ്ഥലത്തിന് പുറത്തൊരാളെങ്കിലും ഈ സുവിശേഷം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടുമാ പറയുന്നത്, യേശുവിനൊപ്പം നിൽക്കാൻ മനസ്സുണ്ടോ? അത് അനധിവിദൂര അനുഭവത്തിൽ നിനക്കൊരു വിടുതല, ഇതുവരെ കിട്ടാത്ത ആനന്ദമാ. നിന്റെ കുടുംബം ഇതുവരെ ആസ്വദിക്കാത്ത ഒരു ആത്മധൈര്യത്തിന്റെ പുത്തൻ തലമാ, ആത്മരക്ഷയുടെ പുത്തൻ ഇടമാ. അതുപോലെ അകത്തിരിക്കുന്നവരോട് ചോദിക്കാം, അനവധി നാളുകളായില്ലേ 2025 നമ്മെ വിട്ടു പിരിയും മുമ്പ് എനിക്ക് ക്രൂശോട് ചേർന്ന് നിൽക്കണം, ക്രൂശിനെ ഉയർത്തണം, ക്രൂശിന്റെ സാക്ഷിയാകണം. ഞാൻ പ്രസംഗിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു, സംതൃപ്തി പോരാ. എനിക്ക് ക്രൂശ് ചുമന്ന് നിനക്കൊപ്പം ഞാനിതാ. ആർക്കാഗ്രഹമുണ്ട്? അങ്ങനെ ആഗ്രഹമുള്ളവർ, സമർപ്പണമുള്ളവർ മാത്രം കരമുയർത്തിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ബ്രദർ കരമുയർത്തുന്നു, മറ്റൊരു ബ്രദർ കരമുയർത്തുന്നു, ഒരു സിസ്റ്റർ കരമുയർത്തുന്നു, ഒരു മാതാവ് കരമുയർത്തുന്നു. എനിക്ക് നിനക്കൊപ്പം നിൽക്കണം, നിന്റെ ക്രൂശ് ചുമക്കണം. കരമുയർത്തിയ നിരവധി പേരെ കാണുന്നു. കരങ്ങളെ താഴ്ത്തിയിടാ. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം, നിന്റെ കൂടെ വരണം. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിച്ചു. കുഞ്ഞാട് പോകുന്നിടത്ത് അനുഗമിക്കാൻ ആളിനെ കിട്ടാതിരിക്കവേ എനിക്കെൻ്റെ യേശുവിനൊപ്പം ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ചിട്ട് സഹോദരങ്ങൾക്ക് അവസരം കൊടുത്തോളാം. തമ്പുരാനെ, ഞങ്ങൾ അങ്ങയുടെ പാദമരുന്നു, ഞങ്ങൾ തിരുസന്നിധിയിൽ വരുന്നു. ഈ സമയത്ത് സമർപ്പണം ചെയ്ത അകത്തും പുറത്തും ഇരിക്കുന്ന ഈ മക്കളെ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുരിശിനെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ചുമക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ക്രോസ് വി ആർ വില്ലിംഗ് ടു ഡൈ, വി ആർ വില്ലിംഗ് ടു സഫർ എനിത്തിങ്. ഈ ക്രൂശിന് വേണ്ടി സഹിക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു പിതാവേ. ഞങ്ങൾക്കതിന് ധൈര്യവും ബലവും തരണം. ഈ ക്രൂശിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആരെങ്കിലും ഇതിന് പുറത്ത് തീരുമാനിച്ചെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ